പ്രിയപ്പെട്ടവരെ, കേരള സാഹിത്യ അക്കാദമി പോലെയുള്ള മറ്റ് അക്കാദമികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വർത്തമാനകാല ധർമ്മം എന്ത് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള സുഹൃത്തുക്കൾ ഡോക്ടർ എം സത്യൻ, ന്യൂസ് മേരി ജോർജ്, കരിവള്ളൂർ മുരളി, പള്ളിയാറ ശ്രീധരൻ, GS പ്രദീപ് എന്നിവരാണ് ഈ വേദിയിൽ സംസാരിക്കാനുള്ളത്. 3:30 വരെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം. എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് 3:20 നമുക്ക് നാം പറയുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും 10 മിനിറ്റ് നേരം ഓഡിയൻസിന് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യണമെന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ടൈമർ വലതുഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പാണ് വെച്ചിട്ടുള്ളത്. അതിൽ ടൈം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂറിൽ താഴോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ ഇവിടെയുള്ള സ്റ്റേജ് മാനേജറോ അവസാന കയ്യിൽ അധ്യക്ഷനോ അതിന് നിർത്തണമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യം കൊണ്ടുപോകരുത് എന്നുള്ള വിനയപൂർവമായ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഞാൻ കുറച്ച് മുമ്പ് അക്കാഡമിയുടെ ബൈലോ എടുത്തു നോക്കുകയുണ്ട്. എനിക്ക് മറ്റ് സമയമില്ലാത്തത് കൊണ്ട് അക്കാഡമി ബൈലോ മാത്രം പരിശോധിക്കാൻ മാത്രമേ എനിക്കിപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അധികാരമുള്ളതായിട്ട് പറയില്ല. മറ്റ് ചില അധികാരങ്ങൾക്ക് കീഴിൽ ഞങ്ങൾക്കുള്ള ചില അധികാരങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതുതന്നെയാകട്ടെ വളരെ പരിമിതമായിട്ടുള്ള അധികാരങ്ങളാണ്. ഈ പരിമിതമായ അധികാരം വെച്ചിട്ട് ഞങ്ങൾ നിർവഹിക്കേണ്ടുന്ന സാംസ്കാരിക ധർമ്മത്തിനെ സംബന്ധിച്ചാണ് ചർച്ച. ധർമ്മം അടിസ്ഥാനപരമായി സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു ധർമ്മമാണ് മലയാള സാഹിത്യത്തെ പരിപോഷിപ്പിക്കുക, സാഹിത്യകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുക, അവരെഴുതുന്നത് സാഹിത്യമാണോ അല്ലയോ എന്ന് പരിശോധിച്ച് അവാർഡുകൾ കൊടുക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഈ പരിശോധനയൊന്നും അക്കാദമി നേരിട്ടല്ല നടത്തുന്നത്. പരിശോധന നടത്തുന്നത് അതിനർഹരായിട്ടുള്ള ആളുകളെ നിയമിച്ചിട്ടാണ്. ആ നിയോഗമനുസരിച്ച് അവർ പരിശോധിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്യും. ഇതാണ് അക്കാദമിയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ നിർവഹിക്കാൻ കഴിയുന്ന ധർമ്മങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സാഹിത്യോത്സവം നടത്താൻ സാഹിത്യ അക്കാദമിക്ക് സവിശേഷമായൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞത്. മുമ്പ് അങ്ങനെ നടത്തിയിട്ടില്ല. അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാഹിത്യോത്സവം നടത്തുന്നത്. അപ്പം അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. ഈ ചർച്ച എസ് തുടങ്ങി വെക്കുന്നതിന് ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ എം സത്യനോട് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയരെ, ഈ ഒരു വിഷയം സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വർത്തമാന ധർമ്മം എന്ന വിഷയമാണ് തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ വിവിധ ധർമ്മം അനുഷ്ഠിക്കുന്നുമുണ്ട്. ഇത് കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക ധർമ്മം ആവുക. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ ചെയ്യുന്ന പണി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി തലത്തിലും മറ്റ് അക്കാദമിഷ്യൻസും പൊതുജനങ്ങൾക്കും വേണ്ടി വിജ്ഞാനത്തെ മലയാളത്തിൽ ആക്കി കൊടുക്കുക, സയൻസ് പോലുള്ള മറ്റ് പല വിഷയങ്ങളും മലയാളത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം. അതിൽ വൈജ്ഞാനിക സാഹിത്യം മാത്രമേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുള്ളൂ. എന്നാൽ സാഹിത്യം പോലുള്ള മറ്റ് മേഖലയിലെ
കഥാസാഹിത്യമാവട്ടെ, നോവലാവട്ടെ, അതൊക്കെ സാഹിത്യ അക്കാദമിയാണ് ചെയ്യുക. അപ്പം ഞങ്ങൾ രണ്ടും ചേർന്നാലേ ഒരു സാഹിത്യത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടും. അതുപോലെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു പൂർണ്ണത ഉണ്ടാവുക. കേവലം സാഹിത്യം മാത്രമല്ല, നമുക്കറിയാം സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വർത്തമാനകാലത്ത് ഏറ്റവും പ്രധാനമാണത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടേത്. സാംസ്കാരിക രംഗത്തെ അപജയങ്ങൾ നമുക്കറിയാം. ഞാനൊരു അനുഭവം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അത് ഞങ്ങളുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ഒരു പുസ്തകമായിട്ട് ബന്ധപ്പെട്ടാണ്. വാസ്തുവിദ്യ അന്നും ഇന്നും എന്ന് പറയുന്നൊരു പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. അത് 7 എഡിഷൻ കഴിഞ്ഞ പുസ്തകമാണ്. വാസ്തുവിദ്യയെക്കുറിച്ച് വളരെ വിശദമായ ഒരു പഠനമാണ് എന്ന് ഞാൻ ധരിച്ച ഒരു പുസ്തകമാണ്. ധരിച്ച എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ പ്രയോഗം. അത് എൻ്റെ കയ്യിലെത്തുമ്പോൾ അതൊന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇത് യഥാർത്ഥത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കാൻ പറ്റാത്ത പുസ്തകമാണെന്നാണ്. ഞാനത് കുറ്റപ്പെടുത്താനോ മുൻകാലങ്ങൾ ചെയ്തു പോയത് പറയാനോ അല്ല, നമ്മളുടെ ഒരു ജാഗ്രത കുറവ് എങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറയുന്നത്. ആ വാസ്തുവിദ്യ അന്നും ഇന്നും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 7ാമത്തെ എഡിഷൻ കഴിഞ്ഞ് 8ാമത്തെ എഡിഷൻ ഇറക്കാൻ വേണ്ടി അതിൻ്റെ ഓതർ എന്നെ സമീപിച്ചു. സ്വാഭാവികമായിട്ടും ഞാനത് പരിശോധിച്ചിട്ട് ചെയ്യാം എന്നൊരു വാക്ക് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം ശരി എന്ന് പറഞ്ഞിറങ്ങിപ്പോയി. ആ ശരിക്ക് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. ഇറങ്ങിപ്പോയിട്ട് അദ്ദേഹം ചെയ്തത് നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് പോയത്. ഇത്രയും എഡിഷൻ ഇറങ്ങിയ ഒരു പുസ്തകം ഇപ്പോഴത്തെ ഡയറക്ടർ പ്രസിദ്ധീകരിക്കുന്നില്ല, എന്നതാണ് വിഷയം. അപ്പോൾ മുഖ്യമന്ത്രി അത് പരിശോധിക്കുക എന്നുള്ള ഒരു കുറിപ്പോടെ അദ്ദേഹത്തിൻ്റെ നിവേദനം എനിക്ക് അയച്ചു തന്നു. ഞാൻ അന്ന് പരിശോധിച്ചു. എന്നിട്ട് ഒരു കത്തെഴുതി മുഖ്യമന്ത്രിക്ക്. അതിലെങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്, ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കേണ്ടുന്ന പുസ്തകമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് താഴെ പറയുന്ന കാരണങ്ങളാണ്. 1, ഇതിൽ പറയുന്നത് വാതിൽ പൊളി ഒറ്റപ്പൊളിയിലല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ ജാരപ്രവർത്തനത്തിന് പോകും. 2, കോണിപ്പടി ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടത്ത് ഭാഗത്തല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളുടെ ഗർഭം അലസും. അത് കോണിമെന്ന് വീണിട്ടാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അലസും ഉറപ്പ്. അതുപോലെ ഈ വടക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ശാസ്ത്രീയതയാണ് പറയുന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ തെമ്മാടികളാവും, അഹങ്കാരികളാവും. സ്ത്രീകളാട്ടാ, പുരുഷന്മാരിതിലൊന്നുമില്ല. പ്രസവിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല വിട്ടുകളഞ്ഞത്. പുരുഷന്മാരതിലില്ല. സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇത്രയും സ്ത്രീവിരുദ്ധമായൊരു പുസ്തകം ഇറക്കേണ്ടി വന്നു എന്നുള്ളതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാലത്തല്ലെങ്കിൽ പോലും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഞാൻ അത് ഇറക്കിയതിൻ്റെ കുറ്റത്തെക്കാളേറെ ജാഗ്രത കുറവുണ്ടാക്കുന്ന സാംസ്കാരിക അപജയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒരു പൊതുബോധം സൃഷ്ടിക്കൽ കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ വിചാരിക്കുന്നു. സാംസ്കാരിക രംഗത്ത് നല്ല മനുഷ്യരാക്കി തീർക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അല്ലാതെ ഇറക്കാൻ പറ്റാത്ത, പല സ്വകാര്യ പ്രസാധകർക്കും ഇറക്കാൻ പറ്റാത്ത പുസ്തകങ്ങളാണ് ഞങ്ങൾ ഇറക്കേണ്ടതെന്നും വിചാരിക്കുന്നു. അത്തരത്തിലുള്ള ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. ഒപ്പം നേരത്തെ അബൂബക്കർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ എഴുത്തുകാരെ കുറേ കൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 3 അവാർഡുകൾ നൽകി. അത് ഒന്ന് വൈജ്ഞാനിക സാഹിത്യത്തിന് 1 ലക്ഷം രൂപയുടെ ഒരു അവാർഡ്, ഈ ഗവേഷണത്തിന് ഉള്ള അവാർഡ്, അതുപോലെ പിന്നെ ട്രാൻസ്ലേഷൻ, ഒരുപാട് ട്രാൻസ്ലേഷൻ വരുന്നതുകൊണ്ട് അങ്ങനെ 3 അവാർഡ് ഓരോ ലക്ഷം രൂപ വീതം നൽകിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു പുസ്തകം ഇറക്കൽ മാത്രമല്ല, ഇതെല്ലാം കൂടി ചേരുന്ന ഈ സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ ഇപ്പം പരസ്പരം ഇടപഴകുന്നുണ്ട്. കാരണം CP ആവട്ടെ, പിന്നെ മുരളിയേട്ടനാവട്ടെ, മ്യൂസ്മരി ടീച്ചറാവട്ടെ, ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു പ്രധാന പ്രദീപൊക്കെ ആയിട്ട് ഞാനും വൈലോപ്പിള്ളി സംസ്കൃത ഭവനായിട്ട് ഒരുപാട് പരിപാടികൾ ഒന്നിച്ച് നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ട കമ്പാർട്ട്മെൻറ്റുകളായിട്ട് അങ്ങനെ നിൽക്കേണ്ടവരല്ലെന്നും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ രീതിയിലൊരു പൊതു സാംസ്കാരിക ഇടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ അടുത്ത ആളുകൾ കൂടി ചർച്ച ചെയ്തതിന് ശേഷം. വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് സത്യൻ മാഷ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ ഒരു സവിശേഷത വർത്തമാനധർമ്മം എന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗം അതിലുണ്ട്. വർത്തമാനധർമ്മം. വർത്തമാനകാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ചില വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നു,
നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു നേതൃത്വം നൽകാനുള്ള ബാധ്യത കൂടി ഉണ്ട് എന്നുള്ളൊരു സൂചന ഈ ടൈറ്റിലിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകർ ആ കാര്യം കൂടി ആലോചിച്ചുകൊണ്ട് ചർച്ച തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തതായി സംസാരിക്കാൻ ഞാൻ അപ്പുറം ഇപ്പുറമായിട്ട് കൊടുക്കാം. GS പ്രദീപിനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സംസ്കാരത്തെക്കുറിച്ചുള്ള ഏത് ചർച്ചയ്ക്കും ഏറ്റവും ആപ്തമായ ഇടത്തിനുള്ള പേരാണ് ഈ മുറിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നത് ആഹ്ലാദകരം തന്നെ. കാരണം കാസർഗോഡ് മുതൽ പാറശാല വരെ, തലപ്പാടി മുതൽ കളിയിക്കാവിള വരെ പരസ്പരം കവികളെ കൂട്ടിമുട്ടാതെ നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ പോലും എഴുതപ്പെട്ട കവിതകളിൽ വളരെ സൂക്ഷ്മമായ കവിതകൾ ഒരുപാടുണ്ട്. ഞാനെന്ന വായനക്കാരൻ്റെ കാഴ്ചപ്പാടിൽ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും ഗവേഷണങ്ങൾക്ക് ആധാരമായ കവിതയുടെ പേരാണ് ഈ മുറിക്കുള്ളത്. ആ കവിത നിങ്ങൾ അറിയുന്നത് പോലെ, അറിയപ്പെടുമതു വേറല്ല അറിവാണെന്നാൽ അറിവിതിലൊന്നായതുകൊണ്ട് അറിവില്ലാതെങ്ങുമില്ല വേറൊന്നും എന്ന ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരു എഴുതിയ അറിവ് എന്ന കവിതയെപ്പോലെ ഡെപ്തുള്ള മറ്റൊരു കവിത ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ പരിമിതിയാകാം. അപ്പോൾ സംസ്കാരവും അറിവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതൊന്ന്. രണ്ട്, ഞാൻ ഈ നിർദ്ദേശിക്കപ്പെട്ട തലക്കെട്ടിൻ്റെ ആദ്യ ഭാഗവുമായി ഒരു തരത്തിലും മാനസികമായി യോജിക്കുന്ന ഒരാളല്ല. സാംസ്കാരിക സ്ഥാപനം എന്ന പ്രയോഗം തന്നെ ഒരു അശ്ലീലമാണ് സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സാംസ്കാരിക കേന്ദ്രം നമുക്ക് സഹിക്കാം. മറിച്ച് എവിടെയാണോ സംസ്കാരം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നത്, എവിടെയാണോ സംസ്കാരം സ്ഥാപനവൽക്കരിക്കപ്പെടുന്നത്, അവിടെ അസ്തമിച്ചു പോകുന്ന ഒരു സൂര്യൻ്റെ പേരുകൂടിയാണ് സംസ്കാരം. പക്ഷേ ഇതിൻ്റെ രണ്ടാം ഭാഗം വളരെ കാതലായ ഒന്നാണ്. അതാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഉറ്റുനോക്കിയത്. അത് വർത്തമാനധർമ്മമാണ്. അതുകൊണ്ട് സാംസ്കാരിക കേന്ദ്രങ്ങളുടെ വർത്തമാനധർമ്മം എന്നീ വിഷയത്തെ എൻ്റെ സംഭാഷണത്തിൽ തിരുത്തി പറയാൻ എന്നെ അനുവദിക്കുക എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഡയസിനോട്. രണ്ട്, സ്വാതന്ത്ര്യബോധമുള്ള ഏതൊരു മനുഷ്യനും അവൻ്റെ ചിന്തയ്ക്കുമേൽ കടുത്ത രോഗം പോലെ പെസ്സിമിസം വന്നു വീഴുന്ന ഒരു ദേശീയ കാലാവസ്ഥയുടെ നടുവിലാണ് സാംസ്കാരിക കേന്ദ്രങ്ങളുടെ വർത്തമാനധർമ്മത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഈ പെസ്സിമിസം സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യൻ്റെ യുക്തിയുടെയോ ബോധത്തിൻ്റെയോ മേൽ വരുന്ന വർത്തമാന കാലാവസ്ഥയെ എതിർക്കുക എന്നതാണ്, അതിനെ ചെറുത്ത് നിൽക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നതാണ് സാംസ്കാരിക ധർമ്മമെങ്കിൽ ഏത് സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും, അത് സാഹിത്യ അക്കാദമി ആകട്ടെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ, എൻസൈക്ലോപീഡിയ ആകട്ടെ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ, അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വൈലോപ്പള്ളി സംസ്കൃതി ഭവനാകട്ടെ, ഏത് സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും, കേരളത്തിലേത് മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളമുള്ള ഏത് സാംസ്കാരിക പ്രവർത്തകൻ്റെയും ഏത് സാംസ്കാരിക കൂട്ടായ്മയുടെയും ആത്യന്തികമായ ദൗത്യം ഈ കാലഘട്ടത്തിൽ പലമ നിലനിർത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുക എന്നത് തന്നെയാണ്. ഭാവനയിലെ ബഹുസ്വരതയാണ് നമ്മുടെ ലോകത്തിലെ ഏത് ഭാഷയിലും കൃത്യമായ സൃഷ്ടികൾ, രചനാകർമ്മങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ, ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ഹേതുവായിട്ടുള്ളത് എങ്കിൽ, വാസ്തവത്തിലെ ബഹുസ്വരത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തകർത്ത കാലത്തിൽ ആ ബഹുസ്വരത, ആ പലമ, ആ പ്ലൂറലിസം നിലനിർത്തുക എന്നതാണ് ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നതിൻ്റെ ലക്ഷ്യം. കവിതയും നൃത്തവും സംഗീതവും വിജ്ഞാനവും ഒക്കെ ചേർന്നതാണ് സംസ്കാരം എന്ന കാഴ്ചപ്പാടും ഈ കാലഘട്ടത്തിൽ ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം സാംസ്കാരിക ധർമ്മങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ പ്രവണതകൾ പോലെ ഓരോ കാലത്തിലും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളിലും വ്യത്യസ്തമായ രൂപങ്ങളിലും മാറും. ഇപ്പോൾ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ സാമൂഹിക ധർമ്മവും വർത്തമാനകാലത്തിലെ സാമൂഹിക ധർമ്മവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊക്കെ ഒരുപക്ഷെ മൊബൈൽ ഫോണിൻ്റെ കണ്ടുപിടുത്തത്തിന് മുൻപുള്ള ലോകവും പിൻപുള്ള ലോകവും എന്നിങ്ങനെ രണ്ടായി ലോകത്തിൽ തന്നെ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന സത്യം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം അത്തരം
പ്രവണതകളുടെ മാറ്റം പോലെ ധർമ്മം മാറുമ്പോൾ എഴുത്ത്, സംഗീത, നൃത്താദി കലകൾ, വിജ്ഞാനം, ഇതൊന്നും അല്ലെങ്കിൽ ഇവയ്ക്ക് പുറത്ത് വലിയൊരു സാംസ്കാരിക ദൗത്യം അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ നിർവചനം തന്നെ മറ്റൊന്നായി മാറുന്നു. അത് യാഥാർത്ഥ്യങ്ങളുടെ, നേരുകളുടെ നടുവിൽ നിന്നുകൊണ്ട് നിശബ്ദരോ ചിന്താപരമായ ജ്വരബാധിതരോ ആയ ഒരു ജനസമൂഹത്തിനോട് സെൽഫ് ഡിബേറ്റിൻ്റെ, ആത്മസംവാദത്തിൻ്റെ ആവശ്യകതയെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു പുരോഗമന പ്രവർത്തനമാണ് സംസ്കാരം എന്ന് തിരിച്ചറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സാംസ്കാരിക കേന്ദ്രങ്ങൾക്കുണ്ട്, സാംസ്കാരിക പ്രവർത്തകർക്കുണ്ട്, എഴുത്തുകാർക്കുണ്ട്, ചിന്തിക്കുന്നവർക്കുണ്ട്. ആ സാംസ്കാരിക പ്രവർത്തനം ആരംഭിക്കുന്നത് മാനവികതയിലാണ്, പേനയിൽ അല്ല. മനുഷ്യനിൽ ആരംഭിക്കുക. കാര്യം നമുക്ക് ഇന്നിപ്പോൾ പഴയ കാലത്തെല്ലാം വീണ്ടെടുക്കേണ്ടി വരുന്നത് നമ്മുടെ പൗരാണിക കലകളെ, വീണ്ടെടുക്കേണ്ടി വരുന്നത് നമ്മുടെ പഴയ എഴുത്തകങ്ങളെ, നമ്മുടെ താളിയോലകളെ ഒക്കെ വീണ്ടെടുക്കേണ്ടി വരുമെങ്കിൽ ഇന്ന് മനുഷ്യൻ എന്ന വാക്കിനെ മതേതരനായ മനുഷ്യ മതത്തിലുള്ളവനെ വീണ്ടെടുക്കുക എന്ന ഏറ്റവും വലിയ സാംസ്കാരിക ധർമ്മത്തിലേക്ക് എല്ലായിടത്തുമുള്ള, വിശിഷ്യ ഭാരതത്തിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളുടെ പ്രവർത്തന ശൈലി മാറേണ്ടിയിരിക്കുന്നു. അവിടെ സത്യം മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഒറ്റതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളല്ല ഞങ്ങളിപ്പോൾ നടത്തുന്നത്. പലപ്പോഴും ഒരുമിച്ച്, അത് ഒരുപക്ഷെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്കൃതി ഭവനും ഒരു വളപ്പിനകത്ത്, ആ സാംസ്കാരിക സമുച്ചയത്തിനകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് കൂടിയാണ്. ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അങ്ങനെ ഒറ്റതിരിയാതെ ഒരുമിച്ച് വ്യാപരിക്കേണ്ടതിൻ്റെ കാരണം, നമുക്കിപ്പോൾ നഷ്ടം, നമ്മുടെ സംസ്കാരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ കുട്ടികളിൽ പോലും. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ സാർ ഇരിപ്പുണ്ട്. നിരന്തരമായ മത്സരങ്ങൾ അവിടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താറുണ്ട് അല്ലേ? ഈ പണ്ടൊക്കെ ഞങ്ങളൊക്കെ മത്സരങ്ങൾ, സാഹിത്യ അക്കാദമിയിലും മത്സരക്കാരൊക്കെ വന്നിട്ടുണ്ട് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. ആ കാലഘട്ടത്തിൽ അതിലും ഒരു സാംസ്കാരിക പ്രവർത്തനം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് നമ്മൾ പോകുന്നു മത്സരിക്കാൻ എന്നാണ്. ഇന്ന് ഈ നമ്മൾ ഇല്ലാതാവുകയും ഞാൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ കുട്ടികളോട്, അവരുടെ സാംസ്കാരിക ക്ലബ്ബുകളോ ഈ കോളേജിൻ്റെ വാർഷികങ്ങളോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പേര് ചുംബിക്കുക എന്നതാണ്. കാരണം ഈ ചുണ്ടുകൾ കൂടിച്ചേരുന്ന ഇന്ദ്രജാലമാണല്ലോ ചുംബനം. രണ്ട് ചുണ്ടുകൾ ഉണ്ടായത് കൊണ്ട് മാത്രമല്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അബൂബക്കർ സാറ് ഞാനും തമ്മിൽ കാണുമ്പോൾ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ചിരിക്കുന്നത് പോലും നോക്കൂ, നമ്മൾ ഇങ്ങനെയാണ് ചിരിക്കുന്നത്. അല്ലോ സാർ, ഇങ്ങനെയാണ് ചിരിക്കുന്നത്. കാര്യം ചുണ്ട് വിടർത്തി ചിരിക്കാറ് പോലുമില്ല മനുഷ്യർ. അതുകൊണ്ട് ചുണ്ടുകൾ കൂടിച്ചേരൽ വളരെ കുറവാണ്. 1000 തവണ ഏത് നാർസിസത്തിൻ്റെ, ഏത് നെപ്പോട്ടിസത്തിൻ്റെ, ഏത് ആളഹന്തയുടെ, ഏത് താൻപോരിമയുടെ പേരിലായാലും ഞാൻ എന്ന് പറയുന്നിടത്തോളം ഈ ചുണ്ടുകൾ ഇരുധ്രുവങ്ങളിലേക്ക് ഇങ്ങനെ അകന്നുപോയിക്കൊണ്ടിരിക്കും. ഏത് അപരത്വം കൽപ്പിച്ച്, അതെന്തിൻ്റെ, വംശ, ദേശീയ, വർണ്ണ, വർഗ, മത, ജാതി, കുല, രാഷ്ട്രീയ ബോധ്യങ്ങൾ ഏതിൻ്റെ വ്യത്യാസത്തിലും അപരത്വം കൽപ്പിച്ച് നീ എന്ന് പറയുമ്പോഴും അകന്നുപോകുന്ന ചുണ്ടുകൾ ചുംബനം വിലക്കുകയാണെങ്കിൽ ആ ചുംബനം സാധ്യമാകുന്നത് ഒരൊറ്റത്തവണയെങ്കിലും നമ്മൾ എന്ന വാക്ക് പറയുമ്പോഴാണ് ചുണ്ടുകൾ കൂടിച്ചേരുന്നതെന്നാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളോട് സ്കൂളുകളിൽ സംസാരിക്കാൻ പോകുമ്പോൾ ആദ്യം പറയാറുള്ളത്. ഈ പറയുന്നത് പോലെ നമ്മൾ എന്ന വാക്കിൻ്റെ, മനുഷ്യൻ എന്ന വാക്കിൻ്റെ വീണ്ടെടുപ്പ് ഒരു സാംസ്കാരിക ധർമ്മമാണ് എങ്കിൽ, മറ്റൊന്ന് നമ്മൾ എന്ന വാക്കിൻ്റെ വീണ്ടെടുപ്പും പ്രായോഗികവൽക്കരണവും ഏറ്റവും ബൃഹത്തായ സാംസ്കാരിക ധർമ്മമാവുന്നു. 3, നമ്മുടെ ഇനി സാഹിത്യത്തിലേക്ക് വന്നാൽ, സാഹിത്യത്തിൽ സർഗാത്മക പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെ ഉപരിപ്ലവമായ, വളരെ സൂപ്പർഫിഷ്യലായ ചില പ്രവണതകൾക്കുണ്ടാകുന്ന താൽക്കാലികമായ ജനകീയത കാരണം ഇതാണ് ശരിയായ സാംസ്കാരിക സർഗാത്മക സാഹിത്യ പ്രവർത്തനം എന്ന് വല്ലാതെ കണ്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയണം. അത് സാഹിത്യ അക്കാദമി സത്യത്തിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ്. ഇപ്പോൾ എം ഗോവിന്ദൻ്റെ കാലം മുതൽ, അല്ലെങ്കിൽ അതിന് വൈലോപ്പിള്ളിയുടെ കാലം മുതൽ മലയാളത്തിൽ എഴുതപ്പെട്ട എണ്ണമറ്റ കവിതകളൊക്കെ തിരസ്കരിക്കപ്പെടുകയും തമസ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ശബ്ദ സർക്കസുകൾ കൊണ്ട് വളരെ അല്പപ്രതിഭ മാത്രം ഉള്ളവരുടെ കവിതകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾ പലപ്പോഴും ചിന്തയിൽ സർഗാത്മകമായി ഉയർന്നു നിൽക്കുന്ന പലരുടെയും കവിതകൾ തിരസ്കരിക്കപ്പെടുന്നു, ബോധമണ്ഡലങ്ങളിൽ പോലും എത്തപ്പെടാതെ പോകുന്നു.
അപ്പം അത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നത് ഒരു തിരുത്തലിൻ്റെ ആവശ്യമാണ്. ആ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുക എന്നതും സാംസ്കാരിക കേന്ദ്രങ്ങളുടെ ധർമ്മമാണ്. ദൗർഭാഗ്യം എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സച്ചിമാഷിൻ്റെ ഒരു കവിതയിലെ വരികളുടെ അവസ്ഥയിലാണ് ഈ പറയുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളുടെ എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും പ്രവർത്തകരോ അതിൻ്റെ തലവന്മാരോ അതിൻ്റെ അധികാരസ്ഥാനത്തോ എത്തിപ്പെട്ടിരിക്കുന്നവരെല്ലാവരും സച്ചിമാഷിൻ്റെ ഒരു കവിതയിലെ അവസാനത്തെ വരികളുടെ അവസ്ഥയിലാണ്. അതിതാണ്: വഴികാട്ടുന്ന നക്ഷത്രങ്ങളെല്ലാം പൊലിഞ്ഞുപോയിട്ടും മരം കൊത്തി അതറിയാതെ ഇപ്പോഴും പറന്ന് നടക്കുന്നു. മുങ്ങാത്ത കപ്പലിന് മരം കണ്ടെത്തുവാൻ വേണ്ടി മരത്തിൽ നിന്നും മരത്തിലേക്ക് ചാടി നടക്കുന്നു, കൊത്തി നടക്കുന്നു എന്ന് സച്ചിമാഷ് എഴുതി അവസാനിപ്പിച്ച ഒരു കവിതയുണ്ട്. അതുപോലെ മുങ്ങാത്ത കപ്പൽ നിർമ്മിക്കുവാനുള്ള മരം കണ്ടെത്തുവാൻ വേണ്ടി കൊത്തിയും ചാടിയും നടക്കുന്ന കേവലം മരം കൊത്തികൾ മാത്രമായി സാംസ്കാരിക കേന്ദ്രങ്ങൾ മാറുന്ന അപകടകരമായ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ തൽക്കാലം മറ്റു കാര്യങ്ങൾക്കൊരവധി കൊടുത്തിട്ടെങ്കിലും മനുഷ്യനെ വീണ്ടെടുക്കുക, ബഹുസ്വരത വീണ്ടെടുക്കുക എന്ന സാംസ്കാരിക ധർമ്മത്തിൽ കൂടുതൽ ശക്തമായി അത് കേന്ദ്രമെന്നോ സ്ഥാപനമെന്നോ അല്ല, ഓരോ മനുഷ്യനും, ഓരോ സാംസ്കാരിക പ്രവർത്തകനും, ഈ ആത്മസംവാദമുള്ള സ്വയം സംവദിക്കുന്ന ഓരോ മനുഷ്യനും പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ ശബ്ദം കേട്ടപ്പോൾ വിഷമമല്ല ഉണ്ടായത്, ഒരു പ്രതീക്ഷയുണ്ട്. അതായത് ഈ ഒഴിഞ്ഞ കസേരകൾ നിറയുവാൻ ഇനിയും ഒരുപക്ഷെ ആളുകൾ എത്തിച്ചേർന്നേക്കാം എന്നും, വാക്കുകൾക്ക് ആളുകൾ ഉള്ളപ്പോൾ കൂടുതൽ, അരങ്ങ് കൊഴുക്കുമ്പോൾ കൂടുതൽ ആഴമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ രണ്ടാം ഊഴത്തിന് വേണ്ടി മൈക്ക് മറ്റൊരാളിന് കൊടുക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് രണ്ടാമത് അധ്യക്ഷൻ മൈക്ക് വാങ്ങിയപ്പോൾ വർത്തമാനകാലത്ത് ധർമ്മത്തെ സംബന്ധിച്ച് സവിശേഷമായി വ്യത്യസ്തമായൊരു മാനമുണ്ടാവണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് GS പ്രദീപ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഒരു ദൗത്യമാണതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്ഥാപനം എന്ന വാക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല. സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളും, എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളും സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിലപ്പുറം ഒന്നുമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അടുത്തായി ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ലെക്സിക്കൻ സർവവിജ്ഞാനകോശം ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മിസ് മേരി ജോർജിനോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട അബൂബക്കർ മാഷ്, സത്യം മാഷ്, മുരളിയേറ്റൻ, ശ്രീധരൻ മാഷ്, പ്രിയപ്പെട്ട പ്രദീപ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പം GS പ്രദീപ്, സത്യം മാഷ്, അബൂബക്കർ മാഷൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. അപ്പം ഈ സംസാരത്തിൽ പൊതുവെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ബഹുലത അല്ലെങ്കിൽ ഒരു പലമയെക്കുറിച്ചുള്ള ഒരു ആശയം വന്നു. എൻസൈക്ലോപീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ സ്ഥാപനം 60 വർഷം മുൻപ് അത് രൂപപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ധാരണ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ഒക്കെ മോഡലിൽ, മാതൃകയിൽ ലോകത്തിലുള്ള എല്ലാ അറിവും മാതൃഭാഷയിൽ പല വാല്യങ്ങളിലായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ 20 വാല്യങ്ങളായിട്ട് അത് പ്ലാൻ ചെയ്തു. ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ടൈറ്റിൽസ്, അതായത് എല്ലാ എൻസൈക്ലോപീഡിയ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ശീർഷക ലിസ്റ്റ് ഉണ്ടാകണം. ആ കാലത്തെ അറിവിൻ്റെ വിഷയങ്ങൾ വെച്ചിട്ട് ശീർഷക ലിസ്റ്റ് ഉണ്ടാക്കുകയും 20 വാല്യങ്ങളായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഇപ്പം ഇതുവരെ 18 വാല്യങ്ങൾ അത് ഇറങ്ങിക്കഴിഞ്ഞു. 19-20 വാല്യത്തിൻ്റെ തിരക്കിട്ട പണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം സമകാലികമായി അതത് കാലഘട്ടത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങളെ സംബന്ധിച്ചും 400-500 ഒക്കെ പേജുള്ള ഏകവാല്യ വിജ്ഞാനകോശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിണാമ വിജ്ഞാനകോശം, എവല്യൂഷനെ കുറിച്ചുള്ള വിജ്ഞാനകോശമുണ്ട്. അതൊരു വലിയ വിജ്ഞാനകോശമാണ്. അത് ഡാർവിൻ്റെ കപ്പൽ യാത്രയൊക്കെ ബന്ധപ്പെട്ട ഒരു വാർഷികവും അല്ലെങ്കിൽ ഒരു ജൂബിലി പീരീഡിൽ ഉണ്ടാകുന്നു. ജ്യോതിശാസ്ത്ര വിജ്ഞാനകോശമുണ്ട്, പരിസ്ഥിതി വിജ്ഞാനകോശം, നിയമവിജ്ഞാനകോശം,
ഏറ്റവും പുതിയത് ഈ 2023 മൂലക വിജ്ഞാനകോശം മലയാള സാഹിത്യ വിജ്ഞാനകോശത്തിൻ്റെ ഒരു കൺസൈസ് അതിൻ്റെ ഒരു പാർട്ട് ഇനി തുടരാവുന്നതാണ്. പിന്നീട് വിശ്വസാഹിത്യ വിജ്ഞാനകോശം 10 വാല്യം 11 പുസ്തകങ്ങൾ, അങ്ങനെ വലിയ വലിയ വലുപ്പമുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുക, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, അറിവിൻ്റെ ഒരു ജനകീയമായ അനുഭവമാക്കി അറിവിനെ മാറ്റുക. ഇതാണ് സത്യത്തിൽ എൻസൈക്ലോപീഡിയയുടെ ഒരു ഉത്തരവാദിത്വം. അതായത് ഇവിടെ എല്ലാവരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് അറിവ് എന്നുള്ളത്. ഇപ്പം പ്രദീപു അത് പറഞ്ഞു, അറിവാണ്. അറിവ് എന്ന് പറയുന്നത് ഏറ്റവും ഇന്ന് വളരെ എനിക്ക് തോന്നുന്നു സങ്കീർണമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നോളജ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ നമ്മളറിയാം, മൊബൈലിന് ശേഷം മൊബൈലിന് മുൻപ് ഈ മൊബൈൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നോളജിനെ വളരെ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് തരം നോളജ് ആണെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഒരു അറിവിൻ്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിന് 2 ഉത്തരവാദിത്തങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നോളജിൻ്റെ പ്രൊഡക്ഷൻ, അറിവിനെ ഉൽപ്പാദിപ്പിക്കുക, അത് പുതിയ പുതിയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായിട്ടുള്ള അറിവ് ആളുകളിലേക്ക് എത്തിക്കുക. രണ്ടാമത്, അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ ഓഫ് പബ്ലിക് വിൽ. ആളുകളുടെ ഒരു പൊതു ഇച്ഛാശക്തിയെ, പൊതുവായ ഒരു ഇച്ഛാശക്തിയും ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഇച്ഛാശക്തി എന്ന് പറയുന്ന ഈ സ്പേസ് ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഏത് മീഡിയത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നു, നമ്മളത് മാതൃഭാഷയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഈ സർവ്വവിജ്ഞാനകോശത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് വർത്തമാനകാലത്തിൽ വളരെ പ്രാധാന്യം ഉണ്ട്. കാരണം ആധികാരികമായ അറിവിനെ സംബന്ധിച്ചുള്ള ഒരു പൊതുബോധം, ഇച്ഛാപൂർണമായ ഒരു പൊതുബോധത്തിൻ്റെ നിർമ്മിതി വസ്തുനിഷ്ഠമായ അറിവിലൂടെ സംഭവിക്കണം. നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇത്തരത്തിലുള്ള അറിവിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സബ്ജഗേഷൻ സംഭവിക്കുന്നുണ്ട്. പല അറിവുകളും ചുരുക്കുകയോ മാർജിനലൈസ്ഡ് ആക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു അറിവിൻ്റെ ലെവലുണ്ട്, അതേസമയം തന്നെ മാർജിനലൈസ്ഡ് ആകുന്ന അറിവിൻ്റെ ഒരു ലെവലും ഉണ്ട്. അപ്പോൾ ഈ മേഖലയിൽ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവും അരികിലേക്ക് പോകേണ്ടതല്ല. അറിവിനകത്ത് ഉള്ള ആധികാരികമായിട്ടുള്ള അറിവ് കൊടുക്കുമ്പോൾ അതേസമയം തന്നെ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള പവർ സൃഷ്ടിക്കുന്ന അറിവുകളോട് പലപ്പോഴും പ്രതിപാഠങ്ങൾ നിർമ്മിക്കേണ്ടിയും വരും. അപ്പം നമുക്കിപ്പോൾ വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ്. എൻസൈക്ലോപീഡിയയുടെ ഒരു എൻസൈക്ലോപീഡിയ പരിണാമ വിജ്ഞാനകോശമാണ്, എവല്യൂഷനെ കുറിച്ചുള്ള എൻസൈക്ലോപീഡിയ. മറ്റൊന്ന് എലിമെൻസിനെ കുറിച്ചുള്ള എൻസൈക്ലോപീഡിയയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പുതിയ കാലഘട്ടത്തിലെ സാംസ്കാരിക ദേശീയതയുടെ ഈ കാലഘട്ടത്തിൽ, ഒരു കൾച്ചറൽ നേഷണലിസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പാഠ്യപദ്ധതിയിൽ തന്നെ പുറത്താക്കപ്പെടുന്ന 2 വിഷയങ്ങളാണ് ഇത് രണ്ടും. ഇന്ന് NCERTയുടെ പാഠപുസ്തക പരിഷ്കരണത്തിൽ പീരിയോഡിക് ടേബിൾ പഠിക്കേണ്ടെന്ന് പറയുന്നുണ്ട്, പരിണാമ സിദ്ധാന്തവും ഒഴിവാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അറിവ് എത്രമാത്രം ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു അധികാരങ്ങളിൽ നിന്ന് എത്രമാത്രം അത് സംഘർഷത്തിനുള്ള ഇടമാകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇത് രണ്ടും ഈ വർഷം എൻസൈക്ലോപീഡിയ, അതായത് ഈ പീരിയോഡിക് ടേബിളിൻ്റെ ജൂബിലി ഇയറാണ്, 150ാം വർഷമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളത് ഇറക്കുന്നു, അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് വരുന്നത്. നമ്മൾ ഇറക്കിയൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ പാഠപുസ്തക പരിഷ്കരണത്തിൽ നിന്ന് അത് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ എത്രമാത്രം അറിവിനെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പൊതുവായി ഡോമിനൻ്റ് നോളജ് എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനകത്തൊരു പൊതുബോധം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം പരിണാമ പ്രക്രിയയിലൂടെ മാറിയതാണ് എന്നതിനോട് ചേർന്നാണ് മൂലകങ്ങളുടെ നിർമ്മിതിയെക്കുറിച്ചും കിടക്കുക. കാരണം പ്രപഞ്ചോൽപത്തിയുടെ സന്ദർഭത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ഇന്ന് നമ്മൾ പ്രകൃതിയിൽ, ഇന്ന് പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങൾ, അതിൽ ഓൾമോസ്റ്റ് 90% മൂലകങ്ങളും പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന തന്നെയാണ്. പരീക്ഷണശാലയിൽ വെച്ച് നിർമ്മിച്ച മൂലകങ്ങളും ഉണ്ട്. പക്ഷേ
ഈ മൂലകങ്ങൾ അപ്രധാനമാകുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിർമ്മിക്കപ്പെടേണ്ടതായ ശാസ്ത്രീയമായിട്ടുള്ള ബോധം, അത് ശാസ്ത്രബോധവുമുണ്ട്, ശാസ്ത്രീയമായ അറിവിനെ സംബന്ധിച്ചുള്ള അവബോധവുമുണ്ട്. ഇത് രണ്ടും ഡിസ്റ്റോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പവറിൻ്റെ ഒരു സെൻട്രലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. അധികാരം അല്ലെങ്കിൽ ഒരു കേന്ദ്രീകരിക്കപ്പെട്ട ഒരു അറിവുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് സാംസ്കാരികമായിട്ടുള്ള ദേശീയത. ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു റിലിജ്യൻ ആവാം, ഭാഷയാവാം, റീജൻ, ഒരു പ്രദേശത്തിൻ്റെ ഭൂരിപക്ഷം ആളുകൾ ഇടപെടുന്ന ഭക്ഷ്യ ജീവിത ഭാഷണ ഒക്കെ രീതികളാകാം. അത് പ്രധാനപ്പെട്ട, അത് മാത്രം, അല്ലെങ്കിൽ അത് കൾച്ചറൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് സാംസ്കാരിക ദേശീയത എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിന് സമാന്തരമായിട്ടുള്ള കാര്യം ഇപ്പോൾ പ്രദീപും പിന്നെ സത്യമാഷും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യം എന്താണ്? സാംസ്കാരികമായിട്ടുള്ള പ്ലൂറലിസം, കൾച്ചറൽ പ്ലൂറലിസം. അപ്പോൾ അത് നിലവിലുള്ള ദശാവതാര കഥയോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ബിബ്ലിക്കലോ അല്ലെങ്കിൽ ഓൾ പുരാണപരമായിട്ടുള്ള മനുഷ്യോൽപത്തിയോ പ്രപഞ്ചോൽപത്തിയോ പറ്റിയുള്ള ആ ഒരു കൺവെൻഷനലായിട്ടുള്ള ഒരു അറിവിനെ ശാസ്ത്രീയമായി മാറ്റുമ്പോഴാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമായി അനലൈസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവ്. ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? വസ്തുനിഷ്ഠമായ അറിവിൻ്റെ പ്രത്യേകത എന്താണ്? പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ താരതമ്യങ്ങളിലൂടെ നിഗമനങ്ങളിലെത്തി ഈ നിഗമനങ്ങളിൽ നിന്ന് സത്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ അതിനകത്തുണ്ട്. അല്ലാതെ അതൊരു ബിലീഫ് ഓഫ് ഫെയ്ത്ത് അങ്ങനെ അത് മാത്രമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് ഒരു വലിയ പ്രക്രിയയുണ്ട്, പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സിങ് നമ്മൾ ഇല്ലാതാകുക എന്ന് പറയുന്നത് മനുഷ്യർ ആധുനിക ഈ ലോകത്തിലേക്ക് എത്തുന്ന ഒരു പീരീഡിൽ നമ്മൾ സാംശീകരിച്ച ബോധ്യങ്ങളെയൊക്കെ നിരാകരിക്കുകയാണ്. ഒരു വശത്ത് നമ്മൾ മൊബൈൽ ഫോൺ പോലെയുള്ള ആധുനികമായിട്ടുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും ഒരു വളരെ ആലങ്കാരിക ഭാഷയിൽ പലയിടത്തും ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുൻപേ നിലനിന്നത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ സാമാന്യമാക്കുമ്പോൾ സംഭവിക്കുന്ന അതിദാരുണമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അതിനുള്ള ഒരു റെസിസ്റ്റൻസ്, അതിനുള്ള ഒരു കാര്യം അറിവ് മാത്രമാണ്. ഈ അറിവാണ് എൻസൈക്ലോപീഡിയയുടെയും എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. അപ്പോൾ നോളജിനെ പബ്ലിക് വില്ലിലേക്ക്, പൊതുവായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയിലേക്ക് മാറ്റി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം സാംസ്കാരിക സ്ഥാപനങ്ങൾക്കുണ്ട്. അതോടൊപ്പം അത് സാംസ്കാരികമായിട്ടുള്ള ദേശീയതയുടെ ടെക്സ്റ്റിന്, കൺവെൻഷനൽ അത്തരം ടെക്സ്റ്റിന് പകരം സാംസ്കാരികമായ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള പാഠങ്ങൾ. അപ്പോഴാണ് മതാതീതമായ, ജാതി അതീതമായിട്ടുള്ള, പ്രാദേശിക അതീതമായിട്ടുള്ള പലവിധ ചരിത്രഘട്ടങ്ങളിലൂടെ നമ്മൾ സ്വീകരിച്ചതും ആന്തരവൽക്കരിച്ചതും പിന്നീട് ചിലപ്പോഴെങ്കിലും സാധക ബാധക യുക്തികളോടെ നിരാകരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ, എനിക്കൊരു ചെറിയ ദോഷമുണ്ട്. ഞാൻ പണ്ടൊരു ടീച്ചറായിരുന്നത് കൊണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ടൈം ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് 1 hour ആണ്. അപ്പോൾ അബൂബക്കർ സാർ കുറച്ചു നേരമായിട്ട് പറയുന്നുണ്ട്, വാണിംഗ് തരുന്നുണ്ട്. ഞാൻ നിർത്തുകയാണ്. ഞങ്ങൾ പലരും ടീച്ചർമാരാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഈ മൂലകങ്ങൾ വളരെ പ്രധാനമാണ്. മുറ്റുവിനയും വളരെ പ്രധാനമാണ്. പറ്റുവിനയും പേരച്ച വിനയച്ചങ്ങളും വൃത്താലങ്കാര ശാസ്ത്രവും ഒക്കെ വളരെ പ്രധാനമാണ്. ഉസാഗയും ലസാഗുവും ഒക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ നമ്മൾ സംരക്ഷിക്കാനുള്ളത്, നമ്മൾ പോരാടാനുള്ളത്, പ്രവർത്തിക്കാനുള്ളത്, നമ്മുടെ അറിവിനെ പ്രയോഗിക്കാനുള്ളത് ഈ മേഖലകളിൽ പരിമിതപ്പെടുത്തി നിർത്തേണ്ടതുണ്ടോ? നിർത്താൻ കഴിയുമോ? നമുക്ക് നിർത്തേണ്ടതുണ്ടോ എന്നല്ല, എല്ലാവർക്കും നിർത്താൻ കഴിയില്ല, നിർത്താൻ കഴിയാൻ പാടില്ല. ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മൈക്ക് പള്ളിയാറ ശ്രീധരന് കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട അക്കാദമിക് സെക്രട്ടറി CP അബൂബക്കർ സാർ, സത്യമാഷ് ടീച്ചർ, മുരളി, അതുപോലെ GS പ്രദീപ്, മറ്റ് ശ്രോതാക്കളെ,
കേൾക്കുന്നില്ല? ആ ശരി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 40 വർഷമായി, അതിലേറെ വർഷമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരമൊരു സ്ഥാപനമില്ല, വേറെ സ്ഥാപനമില്ല. സർക്കാർ നിയന്ത്രണത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനകൾ തയ്യാറാക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സ്ഥാപനം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുന്നു. മുമ്പ് കാലത്ത് കുട്ടികൾക്കത്ര മതി എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പൊതുവെ ഭാഷകളിൽ കാണുന്നത്. ബാലസാഹിത്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരവസ്ഥയായിരുന്നു മുമ്പുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10-15 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴ് കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യം വളരെ പ്രധാനമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പല തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഞങ്ങൾ കിട്ടുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വർത്തമാന ധർമ്മമാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളതിൽ വളരെ ബോധവാനാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോടെ വളരെ താല്പര്യത്തോടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴെൻ്റെ സ്ഥിതിയിൽപ്പെട്ട കാര്യം, ബാലസാഹിത്യ കൃതി എന്ന് പറയുന്നത് മിക്കവാറും കുറച്ച് കവിതകളും കഥകളുമായിട്ട് വരുന്നത്. കുറച്ച് ആനയും പൂച്ചയും പോലെ പക്ഷിമൃഗങ്ങളുടെ കഥകൾ, അതുപോലെ ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചത്തിലുള്ള, അതാണ് ബാലസാഹിത്യം എന്നുള്ളൊരു ധാരണ മുമ്പേ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ധാരാളം കൃതികൾ വരുന്നതിൻ്റെ ഒരു 70-85% കൃതികളും ഇതേപോലെയുള്ള കഥകളും കവിതകളുമാണ്. പക്ഷെ അത് പോരാ. ഇന്നത്തെ ശാസ്ത്രമൊക്കെ വളരെ വളരെ വേഗമാണ് പുരോഗമിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉയരണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇപ്പം ഓരോ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നാനോ ടെക്നോളജി, അതുപോലെ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പോഴും അത്തരത്തിലുള്ള വസ്തുക്കളെ, വിജ്ഞാന വസ്തുക്കളെ കണ്ടെത്തി കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അവരെ ബോധവാന്മാരാക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കഥയും കവിതയൊക്കെ തൽക്കാലം കുറച്ചിരിക്കുകയാണ്. ഇല്ല എന്നല്ല, കുറച്ചിരിക്കുകയാണ്. കാരണം ഒരു പ്രധാന കാരണം, കുട്ടികളും രക്ഷിതാക്കളൊക്കെ ബോധവാന്മാരാണ്. അവർക്കിപ്പം ആവശ്യം കഥയും കവിതയൊന്നുമല്ല, വിജ്ഞാനകൃതികൾ, ജീവചരിത്രം, ചരിത്രം, ശാസ്ത്രം, അങ്ങനെയുള്ള വിജ്ഞാന കാര്യങ്ങളാണ് അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത്. വിൽപ്പനയുടെ കാര്യത്തിലും ഞങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിലാണുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം 1.25 കോടി രൂപയുടെ പുസ്തകം വിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 1.25 കോടി. അത് ഔട്ട്ലെറ്റ് വേറെ എവിടെയില്ല. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരേ ഒരു ഔട്ട്ലെറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വിലകളൊക്കെ 50-100 കുറഞ്ഞിട്ടുള്ള 40, 50, 70 രൂപയെ വിലയുള്ളൂ. എന്നിട്ട് പോലും 1.25 കോടി രൂപയുടെ പുസ്തകങ്ങൾ വിൽക്കാൻ സാധിച്ചു. നന്നായിട്ട് പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട്, ആകർഷിക്കപ്പെടും. അപ്പോൾ ഈ ബാലസാഹിത്യത്തോട് കൂടി താല്പര്യമുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് സത്യമാണ്. കുട്ടികളെ വായിക്കുന്ന കാര്യം പലപ്പോഴും ഞാനിത് പറയുമ്പോൾ സംസാരിക്കാറുണ്ട്. വായനശാലകളിലും ലൈബ്രറികളിലൊക്കെ ഒരുപാട് പുസ്തകം വാങ്ങി വെക്കുന്നുണ്ട്. പക്ഷെ വേണ്ടത്ര രീതിയിൽ എത്തുന്നില്ല എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതിന് ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യം, സ്കൂളുകളിൽ നല്ല രീതിയിൽ വായന പ്രോത്സാഹിപ്പിക്കപ്പെടണം. സ്കൂൾ ലൈബ്രറി മാത്രം പോരാ, ക്ലാസ് റൂം ലൈബ്രറികളും വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഒരു പീരീഡിൽ ഒരു അധ്യാപനം ഇല്ലെങ്കിൽ ആ സമയത്ത് ലീഡറിൻ്റെ നിയന്ത്രണത്തിൽ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക, അത് അവിടെ തന്നെ വെക്കുക. അങ്ങനെ ഒരു വായനാശീലം വർദ്ധിപ്പിക്കണമെന്ന് കാര്യം നിർദ്ദേശം വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കുറച്ച് സഹായിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഈ ധർമ്മം എന്നുള്ളതിൽ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ എഴുത്തുകാർ പല ആൾക്കാരും പഴയ രീതിയിൽ തന്നെയാണ് എഴുതി വരുന്നത്. അതിലൊരു മാറ്റം വരുത്താനുള്ളതിൽ ഞങ്ങൾക്ക് കുട്ടികളെ എഴുത്തുകാർക്ക് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, കുട്ടികൾക്ക് ക്യാമ്പ് നടത്തുന്നുണ്ട്. രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ള തളിര മാസികയാണ്, സുഖദേവൻ ടീച്ചർ ആരംഭിച്ച ഒരു മാസികയാണ്. കുറേ വർഷങ്ങളായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനും നല്ല സ്വീകാര്യതയുണ്ട്. ഇപ്പോഴ് സ്കോളർഷിപ്പ് പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ വിൽപ്പന പോകുന്നുണ്ട്. അപ്പോൾ പൊതുവെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു സന്തോഷമുണ്ട്, ധർമ്മം നിർവഹിക്കപ്പെടുവാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യത്തിലാണ്. ഇനി മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് സാഹിത്യ അക്കാദമി നടത്തുകയാണല്ലോ.
അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ഫെസ്റ്റിവൽ, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന നിലയിൽ നടത്തുന്നത് ഞാനിങ്ങനെ മന്ത്രിയോട് സംസാരിച്ചു കഴിഞ്ഞു. അവരൊക്കെ സമ്മതമാണ്, വളരെ താല്പര്യത്തോട് സംസാരിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മാസം സ്കൂൾ വെക്കേഷനാണ്. ആ സമയത്ത് വളരെ ഭംഗിയായിട്ട് ഇൻ്റർനാഷണലായിട്ട് പറ്റില്ല, നാഷണലിൽ തൽക്കാലം വേണ്ട, തൽക്കാലം തുടക്കം കേരളത്തിലാവട്ടെ. കേരള സയൻസ് ലിറ്ററേച്ചർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന രീതിയിൽ തുടങ്ങാനുള്ള ആഗ്രഹം കൂടിയുണ്ട്. അത് ഞങ്ങളുടെ ഒരു ധർമ്മമാണെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ സത്യം മാഷ് പറഞ്ഞ പോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിലും വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സത്യം മാഷും മറ്റവരൊക്കെ ഞങ്ങളായിട്ട് ഇപ്പോൾ തളി സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ സത്യം മാഷാണ് അതിൻ്റെ പൂർണ്ണമായ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ആ രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിഷയം അക്കാദമി ചർച്ചയ്ക്ക് എടുത്തതിന് ഞാൻ അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കരുവള്ളൂർ മുരളിയാണ്. സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കരുവള്ളൂർ മുരളി. അദ്ദേഹത്തോട് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അപേക്ഷിക്കും. വേദിയിലിരിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. സദസ്സിലും അതുപോലെ നേരിട്ട് പരിചയമുള്ളവരാണ് വലിയൊരു വിഭാഗം ആളുകൾ. സന്തോഷം എല്ലാവരെയും ഈ സമയത്ത് കാണുന്നതിൽ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ തൃശ്ശൂർ കേന്ദ്രമായി 3 അക്കാഡമികൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഒരു 65ഓളം സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഈ തൃശ്ശൂർ കേന്ദ്രമായി 3 അക്കാഡമികൾ പ്രവർത്തിക്കുന്നു. സാഹിത്യ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും ലളിതകലാ അക്കാദമിയും. ഇതിൽ ഈ 3 അക്കാദമികൾക്ക് ഒരു സവിശേഷതയുണ്ട്. അത് ഒരു ദേശരാഷ്ട്രം രൂപം കൊള്ളുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ചില അടിസ്ഥാന സങ്കല്പങ്ങൾ നെഹ്റുവിയൻ കാലഘട്ടത്തിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ സംസ്കാരത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു പുതു ദേശരാഷ്ട്രം രൂപം കൊള്ളുമ്പോൾ അതിന് ഇണങ്ങുന്ന വിധം അത് വളർത്തിയെടുക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങൾ അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് കേന്ദ്ര നിയമങ്ങൾക്ക് പാറായിട്ടാണ് ഇവിടെയും കേരളത്തിലും അതിൻ്റെ നിയമങ്ങളുണ്ടായത്. 57-ൽ ജോസഫ് മുണ്ടശ്ശേരി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു. സംഗീത നാടകത്തിനും ഒരു അക്കാഡമിയോ എന്ന പ്രതിപക്ഷത്തു നിന്ന് ഉയർന്ന ചോദ്യത്തിനെ അദ്ദേഹം എങ്ങനെയാണ് പരിഹസിച്ചുകൊണ്ട് സംഗീതത്തിനും നാടകത്തിനും എന്നാക്കി പറഞ്ഞത് എന്നത് തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അക്കാലത്ത്. ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റൊന്ന് മാത്രമാണ്: ജനാധിപത്യം, മതനിരപേക്ഷത, സാമൂഹിക നീതി, ബഹുസ്വരത. ഈ അടിസ്ഥാന പരികൽപ്പനകളിലാണ് ഇത്രയധികം ജനങ്ങളും ഇത്രയധികം ഭാഷകളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയായിരിക്കണം ഔദ്യോഗിക സാംസ്കാരിക സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നൊരു അടിസ്ഥാന സങ്കല്പം അതിനുണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പിൽ വരാൻ പാകത്തിലുള്ള ഒരു അന്തരീക്ഷമല്ല, ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇന്ന് നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് വർത്തമാനകാല ധർമ്മം എന്നത് അതിപ്രസക്തമാവുന്നത്. ഈ വിഷയത്തിൻ്റെ അതിൻ്റെ അവസാന ഭാഗം ഏറ്റവും പ്രസക്തമാവുന്നത് ഇതുപോലൊരു കാലത്താണ്. ഇപ്പോൾ തന്നെ അത് സത്യം മാഷ് പറഞ്ഞപ്പോഴും GS പ്രദീപ് പറഞ്ഞപ്പോഴും ഒക്കെ, അതുപോലെ ടീച്ചർ പറഞ്ഞപ്പോഴും ഒക്കെ അക്കാര്യം ഉയർത്തിപ്പറയുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഒരു സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു മൂല്യബോധമാണ് അതിൻ്റെ മുഴുവൻ അടിസ്ഥാനമായി തീരുന്നത്. സത്യം മാഷ് ഇപ്പോൾ വാസ്തുവിനെ കുറിച്ചുള്ളൊരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യാലയേന്ദ്രിക തന്നെ പറയുന്നത് കന്നിമൂലയ്ക്ക് ശൂദ്രരുടേതാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കന്നിമൂലയാണ്, അതിന് മദ്യത്തിൻ്റെ ഗന്ധമായിരിക്കുന്നതാണ്. ഇതുവരെ മണ്ണെടുത്തിട്ട് ആർക്കെങ്കിലും മദ്യത്തിൻ്റെ ഗന്ധം തോന്നിയതായി ചരിത്രത്തിൽ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായി പറയുന്ന മനുഷ്യാലയ ചന്ദ്രികയിൽ തന്നെ പറയുന്നത് ശൂദ്രരുടേതാണ് കന്നിമൂലയെങ്കിൽ ആ കന്നിമൂലയിലെ മണ്ണിന് മദ്യത്തിൻ്റെ ഗന്ധമായിരിക്കും എന്നാണ്.
രക്തത്തിൻ്റെ ഗന്ധമുണ്ട്, മദ്യത്തിൻ്റെ ഗന്ധമുണ്ട്. ഇങ്ങനെ ഓരോരോ വംശത്തിൻ്റെതായി ഗന്ധം പോലും പറഞ്ഞു വെക്കുന്ന കൃതികൾ. അത് മാറുന്ന കാലത്ത് ശാസ്ത്രത്തിൻ്റെ അതേപോലെ വിജ്ഞാനത്തിൻ്റെ പല ഘട്ടങ്ങളെയും നാം കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള മൂല്യബോധമാണ് മാറുന്നത്. ഇതേ മൂല്യബോധത്തിൻ്റെ പ്രശ്നം കലയിലുമുണ്ട്. കലയിലെ മൂല്യബോധം എങ്ങനെയാണ് എല്ലാത്തരം കലാരൂപങ്ങളെയും ഒരുപോലെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ അനുവദിക്കുക എന്ന ചോദ്യം പ്രധാനമായിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് സംഗീത അക്കാദമി പ്രധാനമായും സംഗീതം, നൃത്തം, നാടകം, പാരമ്പര്യ കലകൾ, ക്ഷേത്രകലകൾ, ഗോത്രകലകൾ തുടങ്ങി രംഗകലകളായി അഥവാ പ്രകടന കലകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷെ നമ്മുടെ മഹാഭൂരിപക്ഷം, ഞാനൊരു ചെറിയ കാര്യം മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. കുസാറ്റ് അതിൻ്റെ ഹിന്ദി വകുപ്പ് ഒരു 2 വർഷം മുമ്പ് തുടർച്ചയായി 2 സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ 2ലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്ന് രാമൻ്റെ സ്വാധീനം കേരളത്തിലെ കലകളിൽ എന്നതായിരുന്നു. അയോധ്യ പ്രതിഭാ പ്രതിഷ്ഠാനാണ് യഥാർത്ഥത്തിൽ ഇതിന് ഫണ്ട് ചെയ്തിരുന്നത്. രാമൻ്റെ സ്വാധീനം ഇതിൽ കണ്ട ഏറ്റവും വിചിത്രമായൊരു കാര്യം കുഞ്ചനമ്പ്യാരെ കുറിച്ചുള്ള പഠനമാണ്. തുള്ളൽ എന്നൊരു കലാരൂപത്തിൽ രാമന് ഒരു സ്വാധീനവുമില്ല. കലാമണ്ഡലം പ്രഭാകരനാണ് ഓരോരോ തുള്ളലുമായിട്ട് എടുത്തിട്ട് നമ്മൾ നോക്കിയാൽ കാണാം. രാമനെ നാട് കടത്തിയ ഒരു കലാരൂപമാണ് തുള്ളൽ. ഇങ്ങനെ ഓരോരോ രംഗങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു അത് അവതരിപ്പിച്ചത്. അങ്ങനെ മലയാളത്തിൽ, കേരളത്തിൽ ഭാഷയിൽ ഏറ്റവും അധികം താരതമ്യ പഠനത്തിൽ രാമസ്വാധീനം ഇല്ലാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ കല എന്ന് സ്ഥാപിക്കുകയാണ് ആ സെമിനാർ ചെയ്തത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കലാരൂപങ്ങൾ, ഇപ്പം സംഗീതമായാലും, നമ്മുടെ ക്ലാസിക്കൽ എന്ന് വിളിക്കാവുന്ന സംഗീതമായാലും നൃത്തമായാലും, ഇവയിലൊക്കെ ഇത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഉയർന്നു വന്ന വളരെ പ്രചണ്ഡമായ ഭക്തിയുടെ ആന്ത്യത്തിൻ്റെ ഒരുതരം അന്ധതയുടെ പ്രചാരവേലയാണ് പല കലാരൂപങ്ങളും നിർവഹിക്കുന്നത്. അതിൽ നിന്ന് കുതറിമാറാനോ അതിൽ നിന്ന് മുന്നോട്ട് പോകാനോ വലിയൊരു അളവിൽ സാധിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരം പരിശ്രമങ്ങളും പരീക്ഷണങ്ങളും നടക്കാതെ പോകുന്നത്? അതുകൊണ്ട് വർത്തമാനകാല ധർമ്മം എന്നത് ഇതുപോലുള്ള സാംസ്കാരിക സംവിധാനങ്ങളിൽ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾക്കപ്പുറം ഈ കലകളിൽ നടക്കേണ്ട, ഇത്തവണ ഇറ്റ്ഫോക്ക് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര സാഹിത്യോത്സവം, സാർവദേശീയ സാഹിത്യോത്സവം നടക്കുന്നു. 3-ാം തീയതി അവസാനിക്കുന്നു. 9-ാം തീയതി അന്താരാഷ്ട്ര നാടകോത്സവം തുടങ്ങുകയാണ്. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്. അതിൽ ജയചന്ദ്രൻ പാലാഴിയുടെ ആട്ടക്കളരി എന്ന സ്ഥാപനം കൊണ്ടുവന്ന നവദുർഗ എന്ന കണ്ടംപററി ഡാൻസിൻ്റെ ഒരു അവതരണമുണ്ട്. നവദുർഗ എന്ന പേര് പോലും പ്രശ്നമാണ് ഇതുപോലൊരു കാലത്ത്. അതുകൊണ്ട് കലാരൂപങ്ങൾ, കലാസങ്കല്പങ്ങൾ, കലാവതരണങ്ങൾ, അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ, അതിൻ്റെ പുനർവായനകൾ, ഇവയെല്ലാം പ്രശ്നഭരിതമാവുന്ന, സംഘർഷത്തിന് വഴിമരുന്നിടാവുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്കാരത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ മാത്രമേ കലയ്ക്ക് അങ്ങനെ മാത്രം നിലനിൽക്കാവുന്ന ഒരു ജൈവരൂപമാണ് കല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സംസ്കാരത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ ശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജൈവരൂപമായ കലയ്ക്ക് അതിൽ നിന്ന് അതിനെ മാറ്റിയിട്ട കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ അത് പിടഞ്ഞു മരിച്ചുപോയി എന്ന് വരാം. അതിന് ഒട്ടും ഇണങ്ങാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത് ഒരുപക്ഷെ ഒരു പുതിയ ദേശരാഷ്ട്രം ഉദയം ചെയ്യുമ്പോൾ എങ്ങനെയാണോ ജനാധിപത്യം, മതനിരപേക്ഷത, സാമൂഹ്യനീതി, ബഹുസ്വരത തുടങ്ങിയ അടിസ്ഥാന രാഷ്ട്രീയ ആദർശങ്ങളും മൂല്യങ്ങളും അതിന് അടിസ്ഥാനമായിരുന്നത്, അത് തിരിച്ചുപിടിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ്. ഹിമാചൽ പ്രദേശിലെ കൾച്ചറൽ ഡയറക്ടറെ ഈ അടുത്ത ദിവസം ഞാൻ തൃശ്ശൂരിൽ വെച്ച് കാണുകയുണ്ടായി. അദ്ദേഹം കണ്ട ഉടനെ, അദ്ദേഹം 3 അക്കാഡമികളുടെയും മൊത്തം ചുമതലക്കാരനാണ്. കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ ഇതുപോലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സൈറ്റുകളാണ് ഞങ്ങളെപ്പോലുള്ളവർ നിരന്തരം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സാംസ്കാരിക സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലും ഔദ്യോഗികമായിട്ടാണത് പ്രവർത്തിക്കുന്നതെങ്കിലും ഭജനയുടെയും പൂജയുടെയും സ്ഥലങ്ങളായി അവ മാറിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഒരു നിരീക്ഷണം പങ്കുവെക്കുകയുണ്ടായി. ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് കാണണം. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര സാഹിത്യോത്സവം എന്നത്, നാടകോത്സവം എന്നത്, അതുപോലുള്ള സംഭവങ്ങൾ മുഴുവൻ അതിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബഹുസ്വരതയായി തീരുകയാണ്. അതോടൊപ്പം തന്നെ
മനുഷ്യരുടെ ഇത്തരം ആവിഷ്കാരത്തിൻ്റെ അവകാശങ്ങളാണ്. ഇപ്പം സംഗീത അക്കാദമി ഇറ്റ്ഫോക്കൊക്കെ കഴിഞ്ഞ ഉടനെ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം, 125 വർഷം പഴക്കമുള്ള ഒരു കവിത, ഒരു പ്രാർത്ഥനാ ഗീതത്തിൻ്റെ 125-ാം വാർഷികമാണ്. ഞാൻ പലപ്പോഴായി അത് അക്കാര്യം സംസാരിച്ചിട്ട്, അത് കേരളം മുഴുവനുമല്ല ലോകം മുഴുവൻ വൈറലായിട്ടുള്ള ഒരു ചെറിയ സ്പീച്ചുണ്ട്. അതിൽ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന വരികൾ എഴുതിയ വാൾബ്രിച്ച് നാഗേൽ എന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ ഒരു പാതിരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാട്ടിലാവട്ടെ, നമ്മുടെ നൃത്തത്തിലാവട്ടെ, നമ്മുടെ നാടകത്തിലാവട്ടെ, നമ്മുടെ സംഗീതത്തിലാവട്ടെ, എല്ലാറ്റിലും വളരെയധികം ജീവിതരഥ്യകൾ ഇടപെടുന്നുണ്ട്. ഒരുപാട് ജനപദങ്ങളുടെ സ്വാധീനമുണ്ട്. ഈ ബഹുത്വത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമാണ്. അത് മുഴുവൻ അപ്രത്യക്ഷമാവുകയാണ്. കണ്ടങ്ങിരിക്കെ അവ മുഴുവൻ ഇല്ലാതായിത്തീരുകയാണ്. അതിനെ മുഴുവൻ പിടിച്ചു നിർത്തുക എന്നതാണ് ജീവിതത്തെ അതിൻ്റെ സമഗ്രഭാവത്തോടെ സമസ്ത മണ്ഡലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ കല എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. അതുകൊണ്ട് ആ കലയെ നിലനിർത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു സാധ്യത, ഒരേ ഒരു മാർഗം. അതുകൊണ്ട് നമ്മുടെ എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം അതിൻ്റെ അടിസ്ഥാന ഭാവനകളെ, അടിസ്ഥാന സങ്കല്പങ്ങളെ തിരിച്ചു പിടിക്കാനുള്ളൊരു വലിയ യുദ്ധമായിട്ട് അതിൻ്റെ കർമ്മമണ്ഡലത്തെ മാറ്റുക എന്നതാണ്. ബ്യൂറോക്രസിയുടെ കടുത്ത ഇടപെടലുകൾ യഥാർത്ഥത്തിൽ ഇത്തരം സംവിധാനങ്ങളിലേക്ക് മുഴുവൻ കടക്കുകയാണ്. അത് അനുനിമിഷം അതിൻ്റെ പെരുത്ത കാലുകൾ ഈ അമർത്തി വയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ വളരെ പരിമിതമായ ഒരു ഇത്തിരി സ്പേസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി പറയേണ്ടതുണ്ട്. ജനകീയമായൊരു വലിയ ഉണർവ് ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. നന്ദി. നമ്മൾ 2ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. സാഹിത്യ അക്കാദമി അന്തർദേശീയ സാഹിത്യോത്സവം നടത്തുമ്പോൾ അതിൻ്റെ ഒരു സിലബസ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വളരെ വിപുലമായ ഒരു പാഠ്യപദ്ധതിയാണ് അതിൽ പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. സച്ചിദാനന്ദൻ മാഷുടെ വളരെ ജാഗരൂകമായ മനസ്സിൻ്റെ ഒരു സാന്നിധ്യം അതിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചരിത്രമാകുമ്പോഴും സാമൂഹ്യശാസ്ത്രമാകുമ്പോഴും രാഷ്ട്രമീമാംസയാകുമ്പോഴും ജൂറിസ്പ്രുഡൻസ് ആകുമ്പോഴും സാഹിത്യമാകുമ്പോഴും ഒക്കെ നമ്മുടെ ഇക്കാലഘട്ടത്തിലെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ധർമ്മമാണ് ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ വിഷയവും ഉണ്ടായിട്ടുള്ളത്. ഓരോ സ്ഥലത്തും സിലബസിനെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി. സിലബസ് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഇക്കാലം അത്രയും പഠിച്ചു വന്നിരുന്ന സിലബസ് നഷ്ടപ്പെടുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മതനിരപേക്ഷമായ ഉത്തരവ് പുറപ്പെടുവിച്ച ചക്രവർത്തിയെപ്പറ്റി പഠനമില്ല എന്നാണ്. അക്ബർ ചക്രവർത്തിയെപ്പറ്റി പഠനം ഇനി വേണ്ട എന്ന് പറയുന്നൊരവസ്ഥ നമ്മുടെ രാജ്യത്തിലുണ്ട്. നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഭരണഘടനയുടെ ഒറിജിനൽ, അതിൽ സെക്യുലറിസവും സോഷ്യലിസവും ഇല്ല. അതാണ് സെക്യുലറിസ്റ്റ് എന്ന് പറയുന്ന ഭരണഘടന. നമുക്കൊന്നേ ഉള്ളൂ, ഇപ്പോഴുള്ള ഭരണഘടനയാണ്. അപ്പം ഈ ഒരു അവസ്ഥയുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സിലബസ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം. സാഹിത്യ അക്കാദമി അങ്ങനെയാണ് അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ 2ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം. ഇനി ഇതിലുള്ള സമയം 36 മിനിറ്റും 21 സെക്കൻഡുമാണ്. ആ സെക്കൻഡ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഓഡിയൻസിന് ഒരു 10 മിനിറ്റ് ബാക്കി കിട്ടുന്ന രീതിയിൽ ഒന്ന് ചുരുക്കിക്കൊണ്ട് ബാക്കി ഞാനിനി ഇടപെട്ട് സംസാരിക്കുകയില്ല. ബാക്കിയുള്ള സുഹൃത്തുക്കൾ സംസാരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സത്യൻ മാഷിക്ക് ഞാൻ കൊടുക്കുകയാണ്. തീർച്ചയായും നമ്മൾ ആദ്യ ഭാഗത്ത് എല്ലാവരും അവരവരുടെ പ്രവർത്തനങ്ങളായിട്ട് പറഞ്ഞെങ്കിലും അതിലേറ്റവും പ്രധാനമായിട്ട് ഊന്നിയ പ്രദീപും മുരളിയേട്ടനും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ കേരളത്തിൽ നരബലി നടക്കുമെന്നൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആളുകളായിരുന്നു. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ഒരു നരബലി നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു. അത് യാഥാർത്ഥ്യമായി. അങ്ങനെ ഓരോന്നും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അന്ന് ഞാനും പ്രദീപും സംസാരിച്ചപ്പം പ്രദീപ് പറയുന്നൊരു കോട്ടിങ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ അന്ധവിശ്വാസം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞതിന് പ്രദീപ് പറഞ്ഞൊരു ഉത്തരം അത് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു തലമുറയായി മാറുകയും നമ്മളൊക്കെ തന്നെ
വിശ്വാസത്തിൻ്റെ പുറകിൽ പോവുകയും അങ്ങനെ വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ എടുത്തു പോവുകയും ഉമ്മ നേടുകയും ഒക്കെ ചെയ്യുന്നൊരു കാലം നമ്മുടെ ചുറ്റുണ്ട്. കൊറോണ കാലത്ത് മാത്രമാണത് കൃത്യമായിട്ട് മനസ്സിലായത്. ഈ ഒരൊറ്റ ഉമ്മയ്ക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത്. അകലം സൂക്ഷിക്കാനാണ് പറഞ്ഞത്, മറ്റു കെട്ടിപ്പിടിക്കലായിരുന്നു, നമ്മൾ അകലം സൂക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ഈ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതിലേക്ക് എത്തുന്നു, മനുഷ്യനെ കണ്ടെത്തുക. നേരത്തെ പ്രദീപ് അതിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. മനുഷ്യനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന ധർമ്മം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുരളിയേട്ടൻ്റെ, ഞാൻ സമയം എടുക്കുന്നില്ല, ഞാൻ എവിടെ പോകുമ്പോഴും ഓർക്കാറുള്ളതൊന്ന് മുരളിയേട്ടൻ്റെ 2 വരിയാണ്. അതിങ്ങനെയാണ് നാടകത്തിന് എഴുതിയത്. അപരന്റെ വാക്കുകൾ മധുര സംഗീതമായി അനുഭവിപ്പിക്കും ഒരു ലോകം. അപരന്റെ വാക്കുകൾ മധുര സംഗീതമായി അനുഭവിപ്പിക്കും ഒരു ലോകം. അതുമാത്രമാണു നാം ഒരു മാത്രയൊഴിയാതെ ഹൃദയത്തിലേറ്റുന്ന ലക്ഷ്യം. 100 പൂവുകൾ അത് പൂത്തവാടിയിൽ ഒരു പൂക്കാലമീ ലോകം, ഒരു പൂക്കാലമീ ലോകം. ആ പൂക്കാലം തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാവരെയും ഒന്നിച്ച് കാണുന്ന, ജാതിയുടെയും മതത്തിൻ്റെയും ഒന്ന് അതിർവരമ്പുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യരായിത്തീരുന്ന ഒരു കാലത്തിലേക്കുള്ള ചുവടുവെപ്പാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ധർമ്മമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ വർത്തമാനകാലം അത് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ ഇതിലേക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ത്യ അല്ലെങ്കിൽ നമുക്കിനി അത് ഉണ്ടാവുമെന്നറിയില്ല. ആ ഒരു ആശയം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്നിട്ടാണ് നമ്മൾ ഇന്ത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുക. ആ രീതിയിൽ നമുക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ അത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. കുട്ടികളിൽ നിന്ന്, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. കുട്ടികളിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടൊരു കാര്യം സ്ത്രീ ശാക്തീകരണവും. നമ്മൾ എത്ര കാലമായി തുടങ്ങിയിട്ട് 80കളിലാണ് കേരളത്തിൽ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വലിയ മാറ്റങ്ങൾ, വലിയ ചർച്ചകൾ ഒക്കെ നടന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ നാമജപത്തിന് ഒരു വ്യത്യാസത്തോടെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ഇപ്പം ഓരോന്നും നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ പുറകോട്ടാണ് നടക്കുന്നത് എന്ന് വിളിച്ചു പറയാനുള്ള ബാധ്യത സാംസ്കാരിക പ്രവർത്തകർക്കുണ്ട്. അത് മുന്നോട്ടുള്ള വഴികാണിക്കൽ കൂടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈമാറുന്നു. എന്നൊരു ആമുഖം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഒരു സാംസ്കാരികമായിട്ടുള്ള ആധിപത്യം, അതിനകത്ത് ഡോമിനൻ്റ് ഒരു കൾച്ചറിൻ്റെ ഒരു എല്ലാ തരത്തിലുള്ള പ്രയോഗവും വരികയാണ്. അതോടൊപ്പം ഭാഷയും പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന എൻസൈക്ലോപീഡിയ, ഇപ്പോൾ ഈ മുമ്പ് പ്രദീപ് പറഞ്ഞു നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് അറിവെന്നാണ്. അപ്പോൾ നമ്മൾ ആധുനിക കാലത്തിൻ്റെ ഒരു ഡിവൈസ്, നോളജ് ഉപയോഗിച്ചുകൊണ്ട് അറിവെന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങി, യൂട്യൂബ് ചാനൽ. അതിനകത്ത് പറയുന്നത് ഇത്തരത്തിലുള്ള ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, സാഹിത്യം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ്. അറിവ് 2 തരത്തിലുണ്ടെന്ന് അറിയാമല്ലോ. നമ്മളുടെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഇടങ്ങളിൽ നമ്മളെ നിരന്തരം അഭിരമിപ്പിക്കുന്ന അറിവുണ്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അറിവുകളുണ്ട്, അതിലുപരി ഡീപ്പായിട്ടുള്ള അറിവുകളുണ്ട്. ഇത്തരത്തിലുള്ള അറിവിൻ്റെ ഒരു ആഘോഷം നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. രണ്ടാമത് ഒരു അക്കാഡമിക് ജേർണൽ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു അക്കാഡമിക് ജേർണൽ എന്ന ഒരു സംശയം തോന്നാം. പക്ഷെ മാതൃഭാഷയിൽ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ അറിവ് ആവശ്യമാണ്. മുമ്പ് പറഞ്ഞു നരബലിയെക്കുറിച്ച്. നരബലി മാത്രമല്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ പാടത്ത് മട വീഴാതിരിക്കാൻ ആളുകളെ ചവിട്ടിത്താഴ്ത്താനും നമുക്ക് മടിയുണ്ടാവില്ല. പാല ഉറയ്ക്കാൻ ആളുകളെ കൊല്ലാനും മടിയുണ്ടാവില്ല. കാരണം സ്ത്രീയുടെ ശരീരം ഓൾറെഡി അശുദ്ധമാണെന്ന് എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീ അശുദ്ധമാണ്, മറ്റ് മനുഷ്യ ശരീരങ്ങൾ പലതും അശുദ്ധമാണ്, അത് വസ്തുക്കളാണ്, ആരുടെയൊക്കെയോ ഉപയോഗത്തിനുള്ള വസ്തുക്കളാണ് എന്നൊക്കെയുള്ള ഒരുതരം വിലക്ഷണമായിട്ടുള്ള അറിവ് കയറി വരുന്ന കാലത്ത് ശാസ്ത്രവും സാഹിത്യവും സംഗീതവും എല്ലാ തരത്തിലുള്ള അറിവായി തന്നെ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ജേർണലിൻ്റെ ലക്ഷ്യമാണ്. നമ്മൾ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വൈലോപ്പള്ളി സംസ്കൃത ഭവനിലെ പ്രദീപാണ്
കുട്ടികൾക്ക് ഒരു വർഷം ക്യാമ്പസിൽ, ഒരു വർഷം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നല്ല ക്യാഷ് അവാർഡും സ്വർണ്ണ മെഡലും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തുന്നു. കേരളത്തിൻ്റെ പഴയ കേരളത്തെക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന് അറിയാൻ കുട്ടികൾ ശ്രമിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ്, അറിയാൻ ശ്രമിക്കാൻ. കാരണം മറ്റു പലതും ഇന്ന് അറിവിൽ നിന്ന് അവരെ പിന്നോട്ടടിക്കുകയാണ്. അങ്ങനെ ചില പ്രലോഭനങ്ങൾ പോലും നമ്മൾ കുട്ടികളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ, അതായത് ഒരു കൊടക്കീഴിൽ പൊതുവായ ചില ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഓരോന്നും. നിരന്തരമായി ഈ സംവാദ മണ്ഡലം തുറന്നു വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അറിവിൻ്റെ ഒരു സംവാദ മണ്ഡലം. അത് ശ്രീനാരായണ ഗുരു ചെയ്തതും അങ്ങനെ. നമ്മൾ വലിയ വലിയ ജനക്കൂട്ടങ്ങളോട് ഘോരഘോരം പ്രസംഗിക്കുന്നതിന് പകരം ചെറിയ ആൾക്കൂട്ടങ്ങളോട് ചെറിയ ഇടങ്ങളിൽ തുറന്ന സംവാദങ്ങൾക്കുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവിൻ്റെ വിശകലനത്തിനുള്ള ഒരു കൾച്ചർ വിദ്യാർത്ഥികളിലും, അത് സ്കൂൾ കാലം മുതലേ നമ്മുടെ വീടകങ്ങളിൽ തന്നെ ഉണ്ടായി വരണം. അതാണ്, അറിവിനു മാത്രമേ അന്ധകാരത്തെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. അറിവാണ് ആഘോഷിക്കണം. നമ്മൾ ഇന്നൊരു ആഘോഷത്തിൻ്റെ പീരീഡാണ്. ഒരു അര സെക്കൻഡ് മതി ആളുകൾക്ക് ലൈക്കുകളും ഷെയറുകളുമായിട്ട് മുന്നോട്ട് പോകാൻ. അത്തരത്തിലുള്ള ഒരു ആഘോഷമാണോ ഇത്തരത്തിൽ? നമ്മളിങ്ങനെ ആയത്? കേരളം എങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെട്ടത്? 1.5 നൂറ്റാണ്ടിൻ്റെ കേരള ചരിത്രമാണ് കഴിഞ്ഞ കേരളീയത്തിൽ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. കുട്ടികളുടെ ഉപന്യാസങ്ങൾ നടത്തുക, സംഭാഷണങ്ങൾ, അവരുടെ പ്രഭാഷണങ്ങൾ നടത്തുക. ഇങ്ങനെ ലോകം മുഴുവൻ ഒരു പുതിയ അറിവിൻ്റെ സംവാദ മണ്ഡലമായി നിലനിൽക്കണം. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലെങ്കിൽ അത് ഒരു ഏകശിലാരൂപത്തിലുള്ള നിശ്ചലമായ അറിവ് നിഴൽ വീഴ്ത്തി നിൽക്കുന്ന നിർജ്ജര ജന്മങ്ങളായി മനുഷ്യർ മാറും. ഇതിൻ്റെ 2ാം റൗണ്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കൾമിനേഷൻ, ഞാനിവിടെ ഇതേ സാർവദേശീയ സാഹിത്യോത്സവത്തിലെ 2 വലിയ കലാകാരന്മാരുടെ നിരീക്ഷണങ്ങളെ മുൻനിർത്തിയാണ് പറയുന്നത്. അതിലൊന്ന് പ്രകാശ് രാജ്, അദ്ദേഹം ഇവിടെ പരസ്യമായി പറയുകയുണ്ട, എന്നെ സിനിമയ്ക്കൊന്നും അധികം ആരും വിളിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഇത് TM കൃഷ്ണയെ സംബന്ധിച്ചും ബാധകമാണ്. അദ്ദേഹം കലയിലെ പരീക്ഷണങ്ങളുടെ പേരിലാണ് കുറേയധികം വേദികളിൽ നിന്നിപ്പോൾ മാറ്റി നിർത്തപ്പെടുന്നത് എന്ന് മാത്രമല്ല, അതിന് ആധാരമായ മൂല്യബോധത്തിൻ്റെ പ്രകാശം ആരൊക്കെയോ ചേർന്ന് മറക്കണമെന്നും ആഗ്രഹിക്കുന്നു. ഞാനും പുറമ്പോക്ക് നീയും പുറമ്പോക്ക് എന്ന് പാടുമ്പോൾ യഥാർത്ഥത്തിലൊരു സവിശേഷമായ കാലഘട്ടത്തിലുണ്ടായ സാഹിത്യത്തെ മാത്രം പ്രതിഫലിപ്പിക്കുന്ന സംഗീതത്തിന് പകരം ഏറ്റവും പുതിയ ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ സംഘർഷങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗീതത്തിലേക്ക് അത് കടക്കുമ്പോൾ അതിന് തടയിടണമെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് എന്നെനിക്ക് തോന്നുകയാണ്. അതായത് ഏറ്റവും വലിയ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന നാവുകൾ നിശ്ചലമാവുക, അവർ ഒറ്റപ്പെട്ടു പോവുക എന്ന ഒരവസ്ഥയ്ക്ക് ഒരിക്കലും ഇടം കൊടുക്കാനാവില്ല. കേരളത്തിലേക്ക് വരുന്നു എന്ന് ഈ കലാകാരന്മാർ മുഴുവൻ പറയുമ്പോൾ കേരളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടോ എന്നത് നാം ആലോചിക്കണം. ഉദാഹരണത്തിന് അടുത്ത കാലത്ത് നമ്മുടെ സിനിമയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിരോധ പ്രസ്ഥാനങ്ങളിലൊന്നാണ് WCC. അതിൻ്റെ മുൻനിരയിൽ നിന്ന ഒരാളാണ് ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും അപകടകരമായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു, ഞാനിതിനെ വളരെ നെഗറ്റീവായിട്ട് കാണുകയല്ല, അതോടൊപ്പം തന്നെ ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടവരുത്തുന്ന വിധമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കിടയിൽ, സംവിധാനങ്ങൾക്കിടയിൽ വലിയൊരു ഐക്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഒന്നിച്ചു ചേർന്നാൽ മാത്രം പൂർണ്ണതയിലെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന, ഒരിക്കലും അധികം ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കാത്ത വിധമുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിശ്ചയമായും മാറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജനകീയമായൊരു വലിയ പ്രസ്ഥാനമായി യഥാർത്ഥത്തിൽ സാംസ്കാരിക പ്രസ്ഥാനം മാറണം. പലരും ധരിക്കുന്നത് പോലെ ഒരുപാട് വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക്, ചെറിയ ചെറിയ സംഘങ്ങൾക്ക്, സംഘടനകൾക്ക് പ്രസക്തിയില്ല എന്ന് ധരിക്കരുത്. അതുകൊണ്ട്
ഇപ്പോൾ നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും വിഷമയമായ ആശയങ്ങൾ കയറി വരികയാണ്. ഏതെങ്കിലും ഒരാൾ എഴുതും, ഒരു സുജനമര്യാദ കൊണ്ട് അതിനെ ആരും എതിർക്കില്ല. അങ്ങനെ എതിർക്കാതെ വരുമ്പോൾ അതിനടുത്തത് വരും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതലത്തിൽ പോലും ഈ വിഷം ഇറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു ഗൂഢപ്രവർത്തനം നമ്മുടെ സമൂഹത്തിൻ്റെ ഓരോ അടരുകളിലും നടക്കുമ്പോൾ വളരെ ശക്തമായ സാംസ്കാരിക പ്രവർത്തനത്തിന് ഒരുപാട് വലിയ ഒരു ഏരിയ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. വളരെ ചെറിയ മൈക്രോ ലെവലിലുള്ള ഒരുപാട് സംഘടനകൾ, ഒരുപാട് മൂവ്മെൻറ്റുകൾ, കുടുംബങ്ങൾക്കുള്ളിൽ പോലും പ്രവർത്തിക്കാൻ പറ്റുന്ന വിധമുള്ള പഴയ വലിയ കുടുംബങ്ങൾ, അതിനകത്ത് പോലും പ്രവർത്തിക്കാൻ പറ്റുന്ന, അതിൻ്റെ പഴയ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പുതിയ തലം. ഞാൻ സംഘാടക അക്കാദമി ഇപ്പോൾ ചെയ്തത് 10 ജില്ലകളിലും പഴയതുപോലെ കലാസമിതികളുടെ കേന്ദ്ര കലാസമിതികൾ ഉണ്ടാക്കി. ഈ കേന്ദ്ര കലാസമിതികൾ വഴി അതൊരു വലിയ പ്രസ്ഥാനമാണ്. നമ്മുടെ ഒരു ജില്ലയിലേക്ക്, അതിൻ്റെ അടിത്തട്ടിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി പറ്റുന്ന വിധം അതിനെ മാറ്റിയെടുക്കുക എന്നതാണ്. അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരവിദ്വേഷത്തിൻ്റെയും ചിലപ്പോൾ ഒറ്റപ്പെടലിൻ്റെയും ഒരു അന്തരീക്ഷത്തെ കോവിഡ് കാലമൊക്കെ സൃഷ്ടിച്ച ഏറ്റവും വലിയ ഒരു ഏകാന്തതയുണ്ട്. ഈ ഏകാന്തത വല്ലാത്ത ഒരു മൗനത്തിൻ്റെ, അതല്ലെങ്കിൽ വിഷാദാത്മകതയുടെ, സാമൂഹികമായ വിഷാദാത്മകത എന്നത് ഏറ്റവും അപകടകരമായ പ്രവണതയാണ്. കാര്യങ്ങളൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന ഒരു തോന്നലിലേക്ക് മനുഷ്യരെത്തുകയും അത് വിഷാദാത്മകതയിലേക്ക് മാറുകയും ചെയ്താൽ അത് വളരെ അപകടകരമാവും. കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും കാര്യങ്ങൾ ശരിയാവുമെന്നും എല്ലാ 13-ാം മണിക്കൂറിലും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് പലപ്പോഴും നമ്മുടെ സമൂഹം മുന്നോട്ട് കുതിക്കാനിടയായ കാരണങ്ങൾ. അതുകൊണ്ട് എഴുത്തിന്, ആശയങ്ങൾക്ക് അത് സൃഷ്ടിക്കുന്നത് ഒരു ന്യൂനപക്ഷമാണെങ്കിലും സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ് അങ്ങനെ അല്ല. അതുകൊണ്ട് സാഹിത്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സാഹിത്യോത്സവം നടക്കുകയാണ്, സാഹിത്യം എന്ന് പറയുന്നത് അത് എഴുതുന്നവർ, നിർമ്മിക്കുന്നവർ വിരളമായിരിക്കും. പക്ഷേ സാഹിത്യത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം എന്നത്, വാക്ക് തന്നെ, സാഹിത്യം എന്നത് തന്നെ സഹിതമായിരിക്കുക എന്നതാണ്, പ്രസൻ്റ് ആയിരിക്കുക എന്നാണ്. അതിൻ്റെ എതിർവാക്ക് രാഹിത്യം എന്നാണ്, ഒന്നും ഇല്ലാത്തൊരവസ്ഥ എന്നാണ്. അതുകൊണ്ട് ഈ സാഹിത്യം എന്നതിന്, അല്ലെങ്കിൽ കല എന്നത് തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ, നേരത്തെ മ്യൂസ് മേരി ടീച്ചർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു വാക്കുണ്ട്, ഇച്ഛാശക്തിയുടെ സ്ഥിരീകരണം ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്നതാണ്. നമുക്ക് ഇതുപോലെ ചില അന്തരാള ഘട്ടങ്ങളിൽ മനുഷ്യരുടെ പ്രതീക്ഷയെ, മനുഷ്യരുടെ ഇച്ഛാശക്തിയെ വികസിപ്പിക്കുക എന്നതാണ് ഇതുപോലുള്ള ചില അന്തരാള ഘട്ടങ്ങളിൽ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ കർമ്മം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നന്ദി. ശാസ്ത്രം വളരുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങളും കുറയണമെന്ന് നമുക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല എന്ന് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അനുദിനം അന്ധവിശ്വാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ല കാര്യം ശാസ്ത്രത്തെ വളർത്തുക തന്നെയാണ്. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇക്കാര്യത്തിൽ, ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ചും കുട്ടികളിൽ യൂറിക്കയും ശാസ്ത്രങ്ങളൊക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനും വലിയൊരു ധർമ്മമുണ്ടെന്നറിയാം. കാരണം കുട്ടികൾ വായിച്ചു തുടങ്ങുന്നത് ബാലസാഹിത്യ കൃതികളാണ്. അപ്പോൾ അവർക്ക് ശാസ്ത്രം മാത്രം കൊടുത്താൽ പോരാ, അത് ഏറ്റവും ഫലവത്തായ രീതിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അന്ധവിശ്വാസങ്ങൾ നീക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ ഉണ്ടാവണം. ആ രീതിയിൽ അത് വലിയൊരു ധർമ്മമാണ്. മറ്റേത് സാഹിത്യ അക്കാദമിയേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അതിൻ്റെ താല്പര്യം, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള എഴുത്തുകാരെ കണ്ടെത്തി പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് അബൂബക്കർ മാഷ് അവസാനത്തേക്ക് നീട്ടിവെച്ചത്. അല്ല, സമയവും ഉണ്ടല്ലേ? ഉണ്ട്. നമ്മൾ ഈ 2-ാം ഊഴത്തിൽ പറയാം എന്ന് ബാക്കി വെച്ച കാര്യങ്ങൾ ഇവരെല്ലാം ഏറെക്കുറെ ഭാഗികമായി സൂചിപ്പിച്ചതാണ്. അത് ഈ ഇന്നലെ 30-ാം തീയതി ആയിരുന്ന പ്രത്യേകത കൂടിയുള്ളപ്പോഴാണ് സംസ്കാരം എന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്, പേനയേക്കാൾ കൂടുതൽ മനുഷ്യനാണ് പ്രധാനം സംസ്കാരത്തിലെന്ന് പറഞ്ഞത്. കാരണം
രാമൻ്റെ പ്രതിമകൾക്ക് നേരെ നിറയൊഴിക്കുന്ന, ഗോഡ്സെയെ മഹാനായ രാജ്യസ്നേഹിയായി പ്രഖ്യാപിക്കുന്ന, വർത്തമാനകാലം ഉയർത്തിപ്പിടിക്കുന്ന പെസിമിസ്റ്റിക്കായ ദേശീയ കാലാവസ്ഥ ഉണ്ടെന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അവിടെ സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ധർമ്മം, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം എന്ത് എന്ന് ചോദിച്ചാൽ, ആരാധനാലയങ്ങളുമായി കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ സിഖ് മതസ്ഥരുടെ ഏറ്റവും പരമ തീർത്ഥാടന കേന്ദ്രമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് സിഖ് ഗുരുക്കന്മാരായ തേജ് ബഹാദൂറോ അർജുൻ ദേവോ ഗോവിന്ദ് സിംഗോ ഗുരുനാനാക്കോ ഒന്നുമല്ല, മറിച്ച് ബാബ മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി സന്യാസിയാണ് എന്ന അടയാളപ്പെടുത്തലാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് തിരിച്ചറിയിപ്പിക്കാനുള്ള ശ്രമം. അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതിൽ ഈ വർത്തമാനം ധർമ്മം എന്നാണ് വാക്ക്, വർത്തമാനം എന്നാണ്. സത്യത്തിൽ സംസ്കാരത്തിന് ഈ വർത്തമാനം എന്ന വാക്കുമായി ബന്ധപ്പെടുത്തിയ ഒരു വലിയ നിർവചനത്തിൻ്റെ പ്രസക്തിയുണ്ട്. ആ പ്രസക്തിയിലൂടെയാണ് നമ്മുടെ രാജ്യം പോലും ഉണ്ടായത്. അത് വർത്തമാനത്തിൻ്റെ ഭാവിയുടെ വർത്തമാനത്തിനു വേണ്ടി ത്യജിക്കുക എന്നതാണ്. അതിൽ ഞാൻ ഇപ്പം പറഞ്ഞ വാചകത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി അല്ലേ? വർത്തമാനത്തിൻ്റെ ഭാവിയുടെ വർത്തമാനത്തിന് വേണ്ടി ത്യജിക്കുക. ഞാൻ അതങ്ങനെ പറയാൻ കാരണം, നാഗാലാൻഡിൽ കൊഹിമയിൽ ദ സെമിട്രി ഓഫ് വാർ എന്നൊരു ബിൽഡിംഗ് ഉണ്ട്, യുദ്ധത്തിൻ്റെ സെമിത്തേരി എന്നാണ്. ആ സെമിത്തേരിയിൽ വാർ സെമിട്രിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന പലകയിലെ എഴുത്താണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ സംസ്കാരത്തിന് കൊടുക്കേണ്ട ഈ വർത്തമാനവുമായി കണക്ട് ചെയ്ത നിർവചനം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, ആ സെമിത്തേരിയുടെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, വെൻ യു ഗോ ഹോം, അവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ, വെൻ യു ഗോ ഹോം പ്ലീസ് ടെൽ ദം ദാറ്റ് ഫോർ ദെയർ ടുഡേയ്സ് വി ഗേവ് അപ്പ് അവർ ടുമാറോസ്. നിങ്ങളുടെ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ പറയണം, ഇന്ന് ജീവിക്കുന്നവരുടെ ഇന്നുകൾക്ക് വേണ്ടി അന്ന് ജീവിച്ച ഞങ്ങളുടെ നാളകളെയാണ് ഞങ്ങൾ ബലി കൊടുത്തത് എന്ന്. സത്യത്തിൽ മനുഷ്യ സംസ്കാരം ഉണ്ടായത് നമ്മളാരും അവസാനത്തെ സഞ്ചാരികളല്ല എന്നുള്ള തിരിച്ചറിവിലാണ്. ഈ അറബിക്കഥയിൽ പറയുന്ന എല്ലാം നഷ്ടപ്പെട്ട് നടന്നുപോയ വ്യാപാരികൾ രാത്രിയിൽ ഇരുട്ടത്ത്, വല്ലാത്ത കൂരാക്കൂരിട്ടത്ത് നടന്നപ്പോൾ കാലിൽ കല്ലുകൾ തറച്ചു കയറിയപ്പോൾ കല്ലുകൾ ഊരിയെടുത്ത് താഴെയിട്ട് നടന്നപ്പോൾ ഒരാൾ ഭാണ്ഡത്തിൽ ഇട്ട് നടന്നു. അപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, നിങ്ങൾ എന്ത് ഭ്രാന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഉണ്ട്, നമ്മൾ അവസാന സഞ്ചാരികളല്ല, വരാനിരിക്കുന്ന യാത്രികർക്ക് വേണ്ടി വഴിയൊരുക്കലല്ലേ നമ്മുടെ ജോലിയെന്ന്. അയാളുടെ ഭാണ്ഡത്തിൽ കിടന്നത് രാത്രിയായതുകൊണ്ട് രത്നക്കല്ലുകളായിരുന്നു എന്നാണ് പിന്നീട് ആ കഥ അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞത്, വരാനിരിക്കുന്നവർക്ക് വേണ്ടി വഴിയൊരുക്കുക എന്ന ധർമ്മമുണ്ട്. അതാണ് ഈ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ടീച്ചറായാലും ഒക്കെ പറഞ്ഞത്. ഇപ്പോൾ കേരള സർക്കാർ, ബഹുമാനപ്പെട്ട സജി ചെറിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെയർമാനും ഞാൻ കൺവീനറുമായി പുതിയൊരു പദ്ധതി ആരംഭിക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ബാലകേരളം എന്നാണ്, സംസ്ഥാന ബാലകേരളം എന്നാണ് ആ പദ്ധതിയുടെ പേര്. കൗമാരക്കാരായ 1,00,000 കുട്ടികളെ 1000 പഞ്ചായത്തിൽ നിന്ന് 100 കുട്ടികളെ കണ്ടെത്തുകയും അവരിൽ മാനവികതയും യുക്തിബോധവും പൗരബോധവും ചരിത്രബോധവും ശാസ്ത്രചിന്തയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ബാലകേരളം. ഈ ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരംഭിക്കുകയും ചെയ്യും. ശ്രീമതി ഡോക്ടർ മിസ് മേരി ജോർജ് അടക്കം അതിൻ്റെ പ്രവർത്തക സമിതിയിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. അപ്പം അത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ മിടുക്കനാകുന്നതും മാന്യനാകുന്നതുമല്ല സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയണം. ഈ ജനങ്ങളുടേതാണ് രാജ്യം, ജനങ്ങളുടേതാണ് സമൂഹം. അയാളുടെ പേര് നമ്മുടെ HV ഹരിവിഷ്ണു കാമത്ത് എന്നല്ലേ മറ്റേ കഥാപാത്രത്തിൻ്റെ പേര്? നമ്മുടെ പ്രിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുണ്ടായിരുന്ന, ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുണ്ടായിരുന്ന ഹരിവിഷ്ണു കാമത്ത്. അന്നത്തെ കാലത്ത് അയാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് ഹിന്ദു മണ്ഡലത്തിലേക്കൊക്കെ പോയി. ഹരിവിഷ്ണു കാമത്ത് അന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആവശ്യപ്പെട്ട വാദം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാക്കണം എന്നായിരുന്നു, ദൈവത്തിൻ്റെ പേരിൽ എന്നാക്കണമെന്നായിരുന്നു. അന്ന് അംബേദ്കർ അടക്കമാണ് എതിർത്തിട്ട് ആവശ്യപ്പെട്ടത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നെഴുതണം എന്നാണ്. അങ്ങനെ തർക്കം വരികയും വോട്ടിനിടുകയും ചെയ്തപ്പോൾ 48-നെതിരെ 62 വോട്ടുകൾക്ക് ദൈവത്തെ മനുഷ്യൻ പരാജയപ്പെടുത്തിയ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ, മനുഷ്യൻ ജയിച്ച ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഏത് സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും ധർമ്മം. അതാണ്, മകനെ നീ വെറും മാന്യനാകാതെന്ന് മനുഷ്യനായി തന്നെ വളര്, മകനെ നീ നാട്ടുപൗരനാകാതെന്നു മനുഷ്യൻ്റെ പച്ചയായി തീര്
കണ്ണുനീര് കരിമണ്ണിൽ കാതോർത്തുറങ്ങുന്ന വിത്തിന്റെ കണ്ണായി മുളച്ചു നീ പൊന്ത് കല്ലിനിടയിലൂടെ ഉറവക്കണ്ണിയായി കണ്ണു തുറന്നുയർന്നൊഴുക് എന്ന് കടമ്പനിട്ട് എഴുതിയത്. ഈ കല്ലിനിടയിലെ ഉറവക്കണ്ണിയുടെ പേരാണ് സംസ്കാരമെങ്കിൽ, വിത്തിൽ നിന്നും മുള പൊട്ടുന്നതാണ് സംസ്കാരമെങ്കിൽ, ആ സാംസ്കാരിക പ്രവർത്തനത്തിനൊരു പ്രസക്തിയുണ്ട്. ആ പ്രസക്തി എന്നത് ഗലിയാനോ തീയെക്കുറിച്ച് പറഞ്ഞു വെച്ച പ്രസക്തിയാണെന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. ഉറുഗ്വേൻ കവി എഡ്വേർഡോ ഗലിയാനോ എഴുതിയ ഫയർ എന്ന കവിതയാണത്. ഫയറാണ് കൾച്ചർ എന്ന് ഓർമ്മിപ്പിക്കേണ്ട ഈ കാലഘട്ടത്തിൽ, അഗ്നിയാണ് സംസ്കാരം എന്ന് ഓർമ്മിപ്പിക്കേണ്ട കാലഘട്ടത്തിൽ ഗലിയാനോയുടെ കവിത ഓർമ്മിപ്പിച്ച് നിർത്തുന്നു. അതിതാണ് ഫയറിനെ കുറിച്ച് അയാൾ എഴുതിയ ചെറിയ കവിത. From my primary classes, teachers taught me that I can create fire by rubbing sticks or stones together. Since then I tried but in vain എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിത. കുട്ടിക്കാലം മുതൽ അധ്യാപകർ കമ്പും കല്ലും ഉരച്ചു നോക്കിയാൽ അഗ്നി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് കേട്ട് കയ്യിൽ കിട്ടിയ കമ്പുകളും കല്ലുകളും ഞാൻ ഉരച്ചു നോക്കിയപ്പോൾ ഒരു അഗ്നിസ്ഫുലിംഗം പോലും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ആ പരാജയം കാരണം ഞാൻ അഗ്നിയെ വെറുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ മറ്റേത് മനുഷ്യനെയും പോലെ ഞാൻ അഗ്നിയെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും അഗ്നിയോട് പ്രിയമെന്ന് കവി ചോദിക്കുന്നു. മരുഭൂമിയിലുള്ളവരും ദ്വീപിലുള്ളവരും ഉയരത്തിലുള്ളവരും കടൽ തീരത്തുള്ളവരും എന്തുകൊണ്ട് അഗ്നിയെ പ്രിയം? ജാതി മതവർഗങ്ങളുടെ വ്യത്യാസമില്ലാതെ അഗ്നിയെ മനുഷ്യനിങ്ങനെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് കവിയുടെ ചോദ്യം. വൈ ദേ അഡോർ ഫയർ. എന്നിട്ട് കവി തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. Is it because it helps us in cooking food? Is it because it keeps the wild beasts away in forests? ഈ പാചകം ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടോ, ചൂടും വെളിച്ചവും തരുന്നത് കൊണ്ടോ, രാത്രിയിലെ വനയാത്രകളിൽ പന്തമായി കൊളുത്തിപ്പിടിച്ചാൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഉപകരിക്കുമെന്നത് കൊണ്ടോ ആണോ അഗ്നിയോട് ഇത്ര പ്രിയം മനുഷ്യകുലത്തിന് ഒന്നാകെ? അല്ല എന്ന് കവി കണ്ടെത്തി. ഒടുവിൽ കവി ഉത്തരമായി കണ്ടെത്തിയത് എഴുതി. ഞാൻ മനസ്സിലാക്കുന്നു, അഗ്നിയോട് എല്ലാവർക്കും ഒരേപോലെ പ്രിയം വരാൻ ഒരു കാരണമേ ഉള്ളൂ. When it turns out to be a campfire on cool winter nights, ഞരമ്പുകളിൽ സൂചിമുഖികളെപ്പോലെ തണുപ്പരിച്ചു കയറുന്ന ശീതകാല രാത്രികളിൽ ഒരു അഗ്നികുണ്ഠമായി അത് മാറിക്കഴിയുമ്പോൾ അതിനു ചുറ്റും ജാതിയുടെ, മതത്തിൻ്റെ, കുലത്തിൻ്റെ, വംശത്തിൻ്റെ, വർഗത്തിൻ്റെ, ഗോത്രത്തിൻ്റെ, ദേശീയതയുടെ, സാംസ്കാരിക ദേശീയതയുടെ മൂടുപടങ്ങളും മുഖം മൂടികളും അതിർവരമ്പുകളും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഒരേ മനസ്സോടെ ചുറ്റുമിരുന്ന് ചൂടുകായുവാൻ സ്വാഗതം ചെയ്യുന്ന ഏറ്റവും വലിയ ഹ്യൂമനിസ്റ്റായ, ഏറ്റവും വലിയ സോഷ്യലിസ്റ്റായ, ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റായ ആതിഥേയനാണ് അഗ്നി എന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് അഗ്നിയോട് ഇത്ര പ്രിയം എന്നാണ് കവി എഴുതി അവസാനിപ്പിക്കുന്നത്. കൾച്ചർ ഈ കാലഘട്ടത്തിൽ നിർവചിക്കപ്പെടേണ്ടത് ദ അൾട്ടിമേറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഹ്യൂമനിസം എന്ന് തന്നെയാണ്. മാനവികതയുടെ ആത്യന്തികമായ തുടർച്ചയുടെ പേര്, ആത്യന്തികമായ ഇഴുകിച്ചേരലിൻ്റെ പേരാണ് സംസ്കാരം എന്ന തിരിച്ചറിവാണ് ഈ സെമിനാർ ഉയർത്തിവെക്കേണ്ടത് എന്നുള്ള വിനീതമായ അഭിപ്രായം നിങ്ങളുടെ ചർച്ചകൾക്ക് വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട്, മനുഷ്യനായിരിക്കുക എന്നും നമ്മൾ അവസാനത്തെ ആൾക്കാരല്ല, വരാനിരിക്കുന്നവർക്ക് വേണ്ടി വഴിയൊരുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് എന്നും രാമചന്ദ്രൻ ലളിതത്തിൽ എഴുതിയതാണ് സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹത്തായ നിർവചനമെന്നും ഇവിടെ ഉണ്ടെന്നറിയിക്കുവാൻ ഇനിയും മധുരമായി കൂവി, ഇവിടെ ഉണ്ടായിരുന്നുവെന്നതിന് ഇന്ദ്രധനുസിന്റെ നനവോലുന്ന തൂവലുകൾ താഴെയിട്ട് ഇനിയും ഉണ്ടാകും എന്നതിന് അപരസ്നേഹത്തിന്റെ, സാമ്യബോധത്തിന്റെ മുട്ടകൾക്കുമേൽ അടയിരുന്ന ആശയങ്ങളെ വിരിയിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വലിയ സാംസ്കാരിക ഭദ്രത ഈ വർത്തമാനകാലത്തിൽ നമ്മൾ മനുഷ്യപ്പറവകൾക്ക് സാധ്യമാവില്ല എന്ന് ഓർമ്മിപ്പിച്ച് ഒരിക്കൽ കൂടി ആദ്യത്തെ സെഷനിൽ പറഞ്ഞു തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനം എന്ന പ്രയോഗത്തിലെ സാംസ്കാരിക അശ്ലീലം ചൂണ്ടിക്കാണിച്ച് സംസ്കാരം ഒരു കാലത്തും സ്ഥാപനവൽക്കരിക്കപ്പെടേണ്ട ഒന്നല്ല എന്നും മാനവികവൽക്കരിക്കപ്പെടേണ്ട ഒന്നാണെന്നും കൂടി ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. സദസ്യർക്കുള്ള അവസരമാണ്. 10 മിനിറ്റ് നേരം സദസ്യർക്ക് ഉപയോഗിക്കാൻ കഴിയും. GS പ്രദീപ് സാർ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യങ്ങളുണ്ട്. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വർത്തമാന ധർമ്മത്തിൽ പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാഠശാല മുതൽ പിന്നെ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിങ്ങനെ പുസ്തകങ്ങൾ എഴുതുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ ഒരുപാടാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഈ ഏറ്റവും വായനക്കാരുടെ ഏറ്റവും വലിയ ഒരു അപച്യുതിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുസ്തകങ്ങളാണ്. പലപ്പോഴും ആളുകൾ പുസ്തകത്തിന് അകന്നു പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഈ ഒരു കാരണത്തിൽ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നല്ല പുസ്തകങ്ങളെയും നല്ലതല്ലാത്തവയും തിരിച്ചറിയാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ പലപ്പോഴും വായനക്കാർ പുസ്തകങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു.
ഇതിൻ്റെ ഈ വർത്തമാന ധർമ്മം പ്രധാനപ്പെട്ടൊരു ഘടകമല്ലേ അത്? ഓരോ ചോദ്യത്തിനും ഇപ്പോൾ മറുപടി പറയുന്നില്ല, അവസാനം ഒരുമിച്ച് പറയാം. എൻ്റെ ഒരു സംശയം, ഞാൻ മുഹമ്മദ് അലി PP, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഇപ്പം അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ശ്രീ പ്രദീപ് പറഞ്ഞ ഞാൻ എന്ന അതൊന്നും അതിലുള്ള ഒരു പ്രശ്നാത്മകത ചിലപ്പം ഈ നമ്മൾ വളരെ അപകടകരമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ സ്വാർത്ഥമായി ചിന്തിക്കണമല്ല, ഞാൻ എന്ന നിലയ്ക്ക് ചിന്തിക്കണമല്ല. ഏത് തരത്തിലുള്ള നമ്മളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്, അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ നമ്മൾ ആണ് വേണ്ടത്, സത്യമായിട്ട് ഞാനത് അനുകൂലിക്കും നിങ്ങൾ പറഞ്ഞതിനോട്. പക്ഷേ പലപ്പോഴും ഈ നമ്മളാണ് അധികാരത്തിൻ്റെ സ്വരൂപമായി മാറി ഞാൻ എന്നതിനെ ഇല്ലാതാക്കുകയും പവറിൻ്റെ, അധികാരത്തിൻ്റെ മാർഗമായി മാറുകയും ചെയ്യുന്നത്, ഡൊമിനേഷൻ്റെ മാർഗമായി മാറുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും ഞാൻ വീണ്ടെടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ, എല്ലായ്പ്പോഴും അല്ല. ഞാൻ പറഞ്ഞതിൻ്റെ തത്വത്തെ അംഗീകരിക്കുന്നു, അപ്പോൾ തന്നെ മറുതത്വം പലപ്പോഴും അത് സാങ്കത്യമുണ്ട്. ഇങ്ങനെ രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരാൾ വേണ്ടി വരും ചിലപ്പോൾ, ആ അർത്ഥത്തിൽ. പിന്നെ വേറെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട്, ഈ നമ്മൾ ശാസ്ത്ര യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മിത്തിന്റെ ഒരു തലമുണ്ട്, ഈ മിത്തിന്റെ തലത്തിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചോദ്യങ്ങൾ പ്രസംഗമാവാതെ ചോദ്യങ്ങളായിട്ട് അവസാനിപ്പിക്കണം. ഇത് പ്രസംഗമല്ല, ചോദ്യം തന്നെയാണ്. ശ്രീ മുഹമ്മദ് അലി, അതെന്തെന്നറിയോ, അത് താങ്കൾ അത് ഉൾക്കൊണ്ട രീതിയിലെ വ്യത്യാസം കൊണ്ടാണ്. അത് ഒന്നുമില്ല, അതൊരു വളരെ സിമ്പിളായ ഒരു ടെർമിനോളജിക്കൽ കൺസെപ്റ്റിൻ്റെ പ്രശ്നമാണ്, മനസ്സിലാകായ്മയുടെ. ഞാൻ പറഞ്ഞത്, ഞാൻ ഉറച്ചു നിൽക്കുന്നു, നമ്മൾ ആണ് പ്രധാനം, ഞാൻ അല്ല, നീയല്ല, നമ്മളാണ് എന്നുള്ളത്. അവിടെ താങ്കൾ ചോദിച്ച ഈ നമ്മൾ ചിലപ്പോൾ അപകടകാരികളാവില്ലേ എന്നാണ് ചോദിച്ചത്. അത് നമ്മളല്ല, അതിൻ്റെ പേര് ഞങ്ങൾ എന്നാണ്. ഞങ്ങളാണ് ഭരണം കൈയാളുന്നതും ഞങ്ങളാണ് അപകടകാരികളാകുന്നതും, നമ്മൾ അല്ല. നമ്മൾ എന്നത് ഞാനും നീയും ചേർന്നതാണ്, എതിർശബ്ദം കൂടി ചേർന്നതാണ് നമ്മൾ. ഞങ്ങളും നിങ്ങളും ചേരുമ്പോഴേ നമ്മൾ ഉണ്ടാകൂ. താങ്കൾ ഉദ്ദേശിച്ച് ചോദിച്ചത് ഞങ്ങൾ അപകടകാരികളല്ലേ എന്നാണ്. തീർച്ചയായും ആണ്. ഞങ്ങളെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിച്ചത്, നമ്മളെക്കുറിച്ചാണ്. ഞങ്ങളും നമ്മളും രണ്ടാണ്. ഞാൻ എന്നതിൻ്റെ കൂട്ടായ്മയാണ് ഞങ്ങൾ. അത് ഒരു കാഴ്ചപ്പാട്, ഒരു ചിന്ത, ഒരു വംശബോധം അത് നിലനിർത്തുന്ന ഞങ്ങൾ അല്ല വേണ്ടത് എന്നും വിവിധങ്ങൾ ചേർന്ന നമ്മളാണ് വേണ്ടതും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയുള്ള ചോദ്യങ്ങൾ കൂടി വരും. ഒന്നുമില്ല, നല്ല പുസ്തകം ചീത്ത പുസ്തകം വായിച്ചതിനെ മനസ്സിലാക്കേണ്ടി വരും. പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. സ്പെയിനിലെ രാജാവ് കൊണ്ട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഇൻഡെക്സ് തയ്യാറാക്കാൻ പറഞ്ഞു പള്ളി. ഇൻഡെക്സ് തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇൻഡെക്സ് തയ്യാറാക്കിയില്ല. ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യമാണ്. ആളുകൾ വായിച്ച് തന്നെ മനസ്സിലാക്കണം. രാജാവായാലും പ്രജയായാലും പുസ്തകങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കണം. നല്ലതേത്, ചീത്തയേത്, ദൈവ അനുകൂലമേത്, ദൈവ വിരുദ്ധമേത്. അതായിരുന്നല്ലോ അന്നത്തെ ചോദ്യം. ഇന്നത്തെ ചോദ്യം അതല്ല. പ്രോ പീപ്പിൾ ഏത്, പ്രോ ഓട്ടോക്രാറ്റ് ഏത് എന്നുള്ളതാണ്.